ഗുഡ് മോർണിംഗ് മിസ്റ്റർ ക്യാമറമാൻ. എന്ത് ക്യാമറമാനോ? ദേ രാമേ, വേണ്ട വേണ്ട, രാവിലെ തന്നെ ചുമ്മാ എന്നോട് ചോറിയാൻ നിക്കണ്ട നീ. ഷേടാ, ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. നമ്മുടെ ഈ സീനിയർ ക്യാമറമാൻ ഇല്ലാണ്ട് ദ ഗ്രേറ്റ് ആസറ്റ് മോഡലിംഗ് കമ്പനിയിൽ ഏതേലും വർക്ക് നടക്കുവോ? നോ റൈറ്റ്? ഓ ഡാ കോപ്പേ, നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, എന്നെ കാണുമ്പോ ഇങ്ങനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. ആര് കേൾക്കാൻ? അല്ല, എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ എന്ത് സുഖമാണ് നിനക്ക് കിട്ടുന്നേ? അവനൊരു വലിയ ഷോ കൊറിയോഗ്രാഫർ വന്നേക്കുന്നു, നിന്നോ ഉണ്ടല്ലോ ഞാൻ. തുടങ്ങിയോ രണ്ടും കൂടെ രാവിലെ തന്നെ? എന്തുവാടാ ഇത്? കാള പോലെ വളർന്നില്ലേ രണ്ടും? നോക്ക് ജിത, കണ്ടോ നീ ഇത്? മനഃപൂർവ്വം ഈ തെണ്ടി എന്നെ ഇങ്ങനെ ഇട്ട് ടീസ് ചെയ്യുന്നേ. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഒരു കാര്യം എന്തായാലും എനിക്ക് ഉറപ്പായി, ദേ ഈ കാട്ടുമാക്കാന്റെ കാലൻ ഈ ഞാൻ തന്നെയാ. അമ്മച്ചിയാണ് സത്യം. ഓ പോവാ. എന്തുവാടാ ഇത്? നിനക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാ അവനെ അങ്ങനെ വിളിക്കുന്നത്. അവന് നന്നായിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന്. എന്നിട്ട് എന്തിനാ? അറിയാലോ, അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹവും നിർബന്ധവും ഒന്നുകൊണ്ട് മാത്രമാ അവനൊരു ക്യാമറാമാൻ ആവേണ്ടി വന്നേ. എന്നിട്ട് എന്തിനാ? എന്താ നിനക്ക്? ഓ ഐ നോടാ. എന്നാലും അവന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വട്ടാക്കുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടവാ. ഇതിന്റെ പേരിലേ അവന്റെ കയ്യിൽ നിന്ന് എന്തേലും ഒക്കെ നിനക്ക് കിട്ടുമ്പോഴേ അപ്പോഴും വേണം കേട്ടോ ഈ വല്ലാത്തൊരിഷ്ടം. വന്നല്ലോ നമ്മുടെ പഞ്ചാബി സുന്ദരി ചിക്ക്. റാം, അല്ല എന്താണ് ഒരു ഡിസ്കഷൻ രാവിലെ തന്നെ? എടാ പിന്നെ നമ്മുടെ ന്യൂ പ്രോജക്റ്റിന്റെ ഗ്രൂമിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഇഷാൻ സാറ് പറഞ്ഞിരുന്നേ? ജിത, നമ്മുടെ പഞ്ചാബി ചിക്കിന്റെ മലയാളം നല്ലപോലെ തന്നെ ഇംപ്രൂവ് ആവുന്നുണ്ടല്ലേ? ഗ്രേറ്റ് ജോബ് ദിയ. അത് ശരി, നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ബൈ ബർത്ത് പ്യൂർ പഞ്ചാബി ആണെന്ന്. ഞാനേ ക്രോസ്, ഹാഫ് പഞ്ചാബി ആൻഡ് ഹാഫ് മലയാളി. സോ എനിക്കും നല്ലപോലെ അറിയാം മലയാളം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളതിനെക്കാട്ടിലും നിങ്ങളുടെ കൂടെ അല്ലേ ഇവിടെ, പിന്നെ എങ്ങനെ ഇമ്പ്രൂവ് ആണ്ടിരിക്കുന്നേ? അയ്യോ, പറഞ്ഞ പോലെ ന്യൂ പ്രോജക്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ സാറ് പറഞ്ഞിരുന്നേ? ഓ ഷെറ്റ്, ഞാൻ മറന്നേ പോയി. ഡാറാം, നമ്മുടെ പുതിയ മോഡലിന്റെ കാര്യം എന്തായി? ലാസ്റ്റ് വീക്ക് സാറ്റർഡേ സൺഡേ ഇന്റർവ്യൂവും ഗ്രൂമിങ്ങും ഒക്കെ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇഷാൻ സാറിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ പാനലിൽ കയറാൻ പറഞ്ഞായിരുന്നു. ബട്ട് അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി പെട്ടെന്ന് വന്നു. സോ ഐ കുഡന്റ് മേക്ക് ഇറ്റ്. സാറിനെ ഞാനെങ്കിലും പിന്നെ വിളിച്ചതുമില്ല. എന്തായി, സെലക്ട് ചെയ്തായിരുന്നോ? ഞാനതങ്ങ് വിട്ടേ പോയടാ. എന്റെ എമർജൻസി എന്താണെന്ന്, അൺഅവൈലബിൾ ആയിട്ടുള്ള എമർജൻസി എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും ഇഷാൻ സാർ പറയുകയും ചെയ്തു. അല്ല, സീനിയർ കോസ്റ്റ്യൂം ഡിസൈനറായ നീയും കൂടെ വേണ്ടായിരുന്നു പാനലില്. എന്നാലല്ലേ ഈ പ്രോജക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള മോഡലിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ ജിത. കമോൺ റാം, നമ്മൾ കുറച്ച് വെൽ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ മോഡൽസ് ഇവിടെ ഉണ്ടായിട്ടും ഒരു ന്യൂ ഫേസിനെ തന്നെ ഈ പ്രോജക്റ്റിന് വേണമെന്ന് എന്തിനാ ഇഷാൻ സാർ പറഞ്ഞേ? ദാറ്റ്സ് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദിയ, ഇഷാൻ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പനിയിലുള്ള മോഡൽസ് അല്ലാതെ ഒരു ന്യൂ ഫേസ് ആണ് ഈ പ്രോജക്റ്റിന് വേണ്ടത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സംതിങ് ഇസ് ദെയർ ആൻഡ് ഹി ഫൗണ്ട് ദ ഫേസ് ടു. നമ്മൾ ഈ ഷോർട്ട് നോട്ടീസിൽ തന്നെ വിളിച്ച വാക്ക് ഇൻ ഡ്രൈവില് ഒത്തിരി ആപ്ലിക്കേഷൻസ് ആണ് വന്നത്. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10 പേരെ സെലക്ട് ചെയ്തു. അതിൽ നിന്നും അഗെയിൻ ഗ്രൂമിങ്ങിലൂടെ ഫൈനലി ഒരാളെ സെലക്ട് ചെയ്തു ഇഷാൻ സർ. ആൻ എത്നിക് ക്ലാസിക് ബ്യൂട്ടി. അല്ല, നമ്മുടെ ഈ ന്യൂ പ്രോജക്റ്റും ഒരു വിൻറ്റേജ് തീമാണല്ലോ. സോ ഗ്രൂമിങ് സെഷനിൽ ആ കോസ്റ്റ്യൂം ഇട്ട് ആ കൊച്ചു വന്നപ്പോൾ എൻ്റെ പൊന്നാഞ്ജനേയ സ്വാമി, ഹോ
നമ്മുടെ ഈ കമ്പനിയിലുള്ള പേരുകേട്ട മോഡൽസ് ഒന്നും തന്നെ ഒന്നുമേ അല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞാല് an angel beauty. പുള്ളിക്കാരി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നേ. ശരിക്കും പറഞ്ഞാല് പിന്നീട് മനസ്സിലായത് ദാറ്റ് ഷീസ് എ മല്ലു. ആൻഡ് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്ത് പുള്ളിക്കാരിയുടെ നെയിമാണ്. സച്ച് എ യുണീക്ക് നെയിം. ഹളിയോ, എന്താണ് വല്ലാണ്ടങ്ങ് പോയിട്ടാണല്ലോ നീ ആ കൊച്ചിനെ? ഹേ, അത്രയ്ക്കും പൊളിയാണോ? അല്ല, എന്താ അതിന്റെ പേര്? എന്റെ പൊന്നജിത, നീ ആദ്യം അതിനൊന്ന് കണ്ട് നോക്ക്, എന്നിട്ട് നീ പറ എന്റെ അളിയോ. പിന്നെ ആ ഏഞ്ചലിക് ബ്യൂട്ടിയുടെ നെയിം ഇസ് യാമിക മഹേന്ദ്രൻ. Oh man, here is she. Hey, Yamika! Nice to meet you, dear. ഇന്ന് ജോയിൻ ചെയ്യുവല്ലേ? Well, my name is Ram, show choreographer ആണ്. ഹായ്. യാ, ഐ ഡു റിമെമ്പർ. പാനലിൽ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ യെസ്, ഇന്ന് ജോയിൻ ചെയ്യുക. Okay, welcome dear, welcome. പിന്നെ this is ജിതൻ ചന്ദ്രശേഖർ. നമ്മൾ ജിത എന്ന് വിളിക്കും. ആൻഡ് നമ്മുടെ സീനിയർ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. Then this is Dia, നമ്മുടെ ഇവിടുത്തെ one of the leading model. ഹായ്. ഹലോ both of you. ഡാ ജിത. ഹായ് അമിക. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? I don't remember actually. എന്തുപറ്റി? Hey, nothing. Hi Amika. I'm Dia. Nice to meet you. Yeah, nice to meet you too. അല്ല, ഇവിടെ ഫുള്ള് മല്ലൂസ് ആണോ? I'm so surprised. ഹേയ്, ഫുള്ള് മല്ലൂസ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് യാ, ഓൾമോസ്റ്റ് ആണെന്ന് പറയാം. നമ്മുടെ ഈ കമ്പനിയുടെ CEO ഇഷാൻ സർ ഇസ് എ മല്ലു, ബട്ട് നമ്മളെ പോലെ തന്നെ ഹി വാസ് ഓൾസോ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. Oh, okay. Well, I'm getting late. എന്നോട് 10 o'clock എന്നെ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. Well, see you guys later. Nice to meet you all. അല്ല, ഇഷാൻ സാറിന്റെ ക്യാബിൻ? Just go straight and turn left. നെക്സ്റ്റ് കാണുന്ന റൂമാണ് ഇഷാൻ സാറിന്റെ ക്യാബിൻ. I guess സാർ ഇതുവരെ എത്തിയിട്ടില്ല യാമിക. Just do one thing, you can wait there, okay? Oh, okay. Thank you, Ram. Thank you. See you later. Bye. മോനെ ജിതൻ ചന്ദ്രശേഖർ. അല്ല, യാമികനെ കണ്ടപ്പോ ആവിയായി പോയോടാ നീ കുറച്ചു നേരത്തേക്ക്? ഓ പിന്നെ കോപ്പാണ്, ഒന്ന് പോയടാ. അതല്ല റാം, ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരത്തിനെ, ബട്ട് എവിടാണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലടാ. അതാ ഞാൻ ലൈക്ക് അതാണോ കാര്യം? ജിത, ഷി വാസ് ഓൾസോ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. നമ്മളെ പോലെ തന്നെ ഇവിടെ ജനിച്ച് വളർന്ന് പഠിച്ച് ഇതുവരെ എത്തിയ ആളാ. ആൻഡ് ഇതിന് മുന്നേ പുള്ളിക്കാരത്തി 2-3 ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ടൈം ഇതുപോലെ ഒരു ബിഗ് പ്രോജക്റ്റ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷീസ് എ ന്യൂ കമ്മർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും നീ. അതിനെന്തിനാ നീ ഇങ്ങനെ ഇത്രയും തല പോയിക്കണേ ജിത? ലീവ് ഇറ്റ്. യാ, അങ്ങനെ എന്തേലും ആവും. വെൽ, ലീവ് ഇറ്റ്, കുഴപ്പമില്ല. എടാ ദേ ഇഷാൻ സാർ വരുവാ. തമ്പുരാനെ. Know that we never play, yeah we gon' forever slay. And Megan on the way for Asian man be paid away. Some like criminal off the digital, y'all them look so pitiful. Fuck a deposit, turn it for faucet. From the size of my, from the size of side, can you focus with a line, how many soldiers ain't there? Good morning, sir. ഹാ, ഗുഡ് മോർണിംഗ് ദിയ. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ടല്ലോ?
ഹാ അല്ല ആരാ ഈ നിൽക്കുന്നേ? ബോംബെയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് മോഡലിംഗ് കമ്പനി ദി ആക്സിൻ മോഡലിംഗ് കമ്പനിയുടെ ദ ഗ്രേറ്റ് ടാലന്റഡ് കോസ്റ്റ്യൂം ഡിസൈനർ മിസ്റ്റർ ജീതൻ ചന്ദ്രശേഖർ അല്ലേ ഇത്? അല്ല സാറിന്റെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള തിരക്കൊക്കെ കഴിഞ്ഞോ ആവോ? അല്ല സർ, ഞാനത് ആക്ച്വലി ഐ വാസ് അബൌട്ട് ടു കോൾ യു ബട്ട് എന്നിട്ട് ബാക്കിയോടെ പറയേ. ജിതൻ, ഇപ്പൊ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ കുറച്ച് പേർക്ക് നന്നായിട്ട് തന്നെ അറിയാം, റൈറ്റ്? സോ അതിന് വേണ്ടിയിട്ടുള്ള ലീഡിംഗ് ഫേസിനെ സെലക്ട് ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ റോൾസ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ കുറച്ച് പേര് ഇന്റർവ്യൂ ബോർഡിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും യു ഇഗ്നോർഡ് ഇറ്റ്, റൈറ്റ് ജിതൻ? No, sir, actually, it's not like that. I can explain. Look, Jitan, this is my last and final warning for you, okay? ഇനിയൊരു വാർണിംഗ് തനിക്ക് ഉണ്ടാവില്ല. ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ് താൻ ഇരിക്കുന്നത് എന്നുള്ള ബോധം ജിതനു വേണം. Or else, I will make sure that you will get fired. Do you get me? Yeah, I'm sorry, sir. I'm sorry. Okay. Well, I will arrange a meeting for all of you at 11. Make sure that all are there, especially you, Jitan. Sure, sir. All right then. Carry on, guys. See you at 11 o'clock. Okay? കിട്ടി ബോധിച്ചു. ആസ് യൂഷ്വൽ ഇന്നത്തെ ദിവസവും സ്വാഹ. എന്നെ കാണുമ്പോ ഈശാൻ സാറിന് എന്താടാ റാം? എന്നെ 10 പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയാണല്ലോ. എന്റെ പൊന്നു ജിത, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ സാറ് പറയുന്ന എന്തെങ്കിലും നീ ഇന്നേവർ അനുസരിച്ച് ചരിത്രമുണ്ടോ? എന്തിനാളാ നീ ഇങ്ങനെ സാറിന്റെ വായിന് കേൾക്കുന്നേ? വല്ല നേർച്ചയാണോ നിനക്ക്? കേട്ട് കേട്ട് നിനക്ക് മടുക്കുന്നുമില്ലേ? ഒരു കണക്കിന് നോക്കിയാൽ അതും ശരിയാ. ബട്ട് എന്തോ ചെയ്യാനാടാ, സാറിന് ഇങ്ങനെ വന്ന് എന്തേലുമൊക്കെ എന്നൊന്ന് പറഞ്ഞില്ലെങ്കിലേ എന്തോ പോലെയാ. ഞാൻ പിന്നെ അങ്ങ് പോട്ടെ എന്ന് വെക്കും. അല്ല പിന്നെ അല്ലാണ്ട് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല അല്ലേ? Excuse me, sir. May I come in? Yes. Yamika, come on, get in. Thank you, sir. Good morning. Very good morning. Take your seat. Well, joining process ഒക്കെ കഴിഞ്ഞോ? യെസ് സർ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു 2 yearsന്റെ ബോണ്ട് സൈൻ ചെയ്യേണ്ടി വന്നു. ഡോണ്ട് വറി, അതിവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെ കൊണ്ടും ചെയ്യുന്നത് തന്നെ, എസ്പെഷ്യലി നിങ്ങളെ പോലുള്ള മോഡൽസിനെ കൊണ്ട്. സോ അതൊരു ടെൻഷൻ ആവണ്ട. ദെൻ യമിക, താൻ ആദ്യം ഇവിടേക്ക് ഒന്ന് കാണും. റാമിനോട് പറഞ്ഞാൽ മതി, ഹി വിൽ ഹെൽപ്പ് യു. ആൻഡ് ദെൻ ഇന്ന് 11 o'clock നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ബി ഓൺ ടൈം ദെയർ, ഓക്കെ? ഷുവർ സർ, ഐ വിൽ. അല്ല, നമ്മളോട് മീറ്റിങ്ങിന് കയറാൻ പറഞ്ഞിട്ട് ഈശാൻ സാർ എന്ത്? ഷേടാ, നീയൊന്ന് അടങ്ങേണ്ടായിരുന്നു കൂട്ടാ. അല്ല, നിനക്കിപ്പോ എന്താ വല്ല വായു ഗുളിക വാങ്ങാൻ പോണോ അർജന്റ് ആയിട്ട്? വായു ഗുളിക നിന്റെ കൊച്ചപ്പനാടാ, കാട്ടു പന്നി. രണ്ടും കൂടെ തുടങ്ങാതെ സാറ് വരുവാ. Yeah, sit down everyone. Sorry guys, I'm a bit late. Video conference പറഞ്ഞ ടൈമിൽ വൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. That's why. Well, okay. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് ഇപ്പോൾ വിളിക്കാൻ കാരണം നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആൻഡ് ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങളോട് പറയാനും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെ അറിയിക്കാനുമാണ്. പിന്നെ നമ്മുടെ ഈ പുതിയ വർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഫോർ ഈച്ച് വൺ ഓഫ് us. ഇറ്റ്സ് വൈ ബിക്കോസ് ഈ വർക്കിൽ നമ്മുടെ ക്ലയൻറ്റ്സ് ഇംപ്രസ്ഡ് ആകുവാണ് എങ്കിൽ, ഐ മീൻ അവരിപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ന്യൂ അസൈൻമെൻറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആകുവാണ് എങ്കിൽ നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്നത് ആ യൂറോപ്യൻ കമ്പനിയോ ആയിട്ടുള്ള ടൈപ്പാണ്. ആൻഡ് ഓൾസോ പിന്നീട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓരോ പ്രോജക്റ്റും അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ യെസ്, കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പ്. നമ്മുടെ ഈ ബ്രാൻഡ് വാല്യൂ തന്നെ കംപ്ലീറ്റ്ലി മാറും. അവരുടെ ഇന്ത്യയിലെ ഫ്രാഞ്ചൈസി ലീഡ് ചെയ്യാൻ പോകുന്നത് പിന്നീട് നമ്മളാവും. സോ ദിസ് ഇസ് എ വെരി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ. സോ വി വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ടുഗെദർ. ഓൾറൈറ്റ് ഗൈസ്? Sure sir, we will. ഗുഡ്. സോ ഇതിൻ്റെ തീം എന്ന് പറയുന്നത്, ഐ മീൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വിൻറ്റേജ് ക്ലാസിക് തീമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞാനൊരു പുതിയ മോഡലിനെ സെലക്ട് ചെയ്തത്.
എന്തുകൊണ്ടും ഒരു ന്യൂ ഫേസ് തന്നെയാണ് ഇതിന് ആക്ട് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി ഈ ഷോർട്ട് നോട്ടീസിൽ ഞാൻ സെലക്ട് ചെയ്ത മോഡലാണ് യാമിക. സോ ഷീസ് എ ന്യൂ കമർ, ബട്ട് നമ്മുടെ ഈ ബിഗ് പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ പോകുന്നത് യാമികയാണ്. ഷീസ് ദാറ്റ് മച്ച് ടാലൻറ്റഡ്. അപ്പോൾ നമ്മുടെ ഈ ന്യൂ വർക്കിന് വേണ്ടി ഒരു ടീമിനെ തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓൾസോ ഒരു ഫോട്ടോഷൂട്ട് മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോണേ. വി ആർ പ്രസന്റിംഗ് ദിസ് തീം ആസ് എ വീഡിയോ ടു, ലൈക്ക് എ ഫ്യൂഷൻ. നമ്മുടെ മല്ലൂസിൻ്റെ പുരാതന കാലം, ഐ മീൻ എ ട്രഡീഷണൽ ക്ലാസിക് എറ, ഇത് ഫോക്കസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബട്ട് സർ അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ബേസ് ചെയ്താണോ വർക്ക് ചെയ്യാൻ പോകുന്നത്? ഐ മീൻ ആ പഴയ എറ റീക്രിയേറ്റ് ചെയ്യാൻ വി നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ സെറ്റ്, റൈറ്റ്? യെസ് ജിതിൻ, ബട്ട് നമ്മളിത് സെറ്റിടുവല്ല ചെയ്യുന്നത്. വി നീഡ് ദ റിയൽ ലൊക്കേഷൻ ആൻഡ് വി ഹാവ് ഫൗണ്ട് ഇറ്റ് ടു. ഈ ഒരു പ്രോജക്റ്റിൽ എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് വേണ്ടത്, എല്ലാം. സോ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ അല്ല. യെസ്, നമ്മളിത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നാട്ടിലാണ്. പാലക്കാട് ചിറ്റൂരുള്ള ഒരു മനയിലാണ്, മനവൂർ മന. പഴയ വെച്ചാരാധനകളും ചിട്ടകളും ഇന്നും ഫോളോ ചെയ്യുന്ന, ആ ശൈലികളിൽ ഇന്നും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇന്നും നിലനിൽക്കുന്ന, ആ നാടിൻ്റെ കൾച്ചർ തന്നെ, ഐ മീൻ ആ നാടിൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്ന മനവൂർ മന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ വിൻറ്റേജ് ക്ലാസിക് തീം ലീഡ് ചെയ്യാൻ പോകുന്നത് യാമികയാണ്. യാമികനെ അസിസ്റ്റ് ചെയ്ത് യെസ് ഡെഫിനറ്റ്ലി ബി ആണ്. സെക്കൻഡ് ലീഡിംഗ് മോഡൽ ബി ആണ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യേണ്ടത്, ഐ മീൻ നമ്മുടെ ഈ ടീം ലീഡ് ചെയ്യേണ്ടത് ഇറ്റ്സ് ആരഫ്, റാം, ജിതൻ ആൻഡ് ഹിസ് അസിസ്റ്റന്റ് ജെറിൻ. അല്ല, വെർ ഇസ് ജെറിൻ? സർ, അത് ജെറിന് ലീവാണ്, ഹാഫ് ഡേ. വീട്ടിലെന്തോ ഒരു എമർജൻസി. ഓ യാ, കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ല, ഇതിന് മാത്രം എമർജൻസീസ് തനിക്കും തൻ്റെ അസിസ്റ്റന്റിന് മാത്രം എങ്ങനാ ജിതൻ വരുന്നത്? ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സീനിയറും കൊള്ളാം, ജൂനിയറും കൊള്ളാം. ഓക്കെ, സോ വിത്തിൻ 2 days വി ആർ ഗോയിങ് ടു പാലക്കാട് ചിറ്റൂർ. അവിടെ ചെന്നിട്ട് നമ്മുടെ ആർട്ട് ഗ്രൂപ്പിന് കുറച്ചധികം തന്നെ പണിയുണ്ട്. ആ മനയിലുള്ള കെയർ ടേക്കറുമായിട്ട്, ഐ മീൻ വാട്ട് ഈസ് ദാറ്റ് വേർഡ്, കാര്യസ്ഥൻ, പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇതിന് മുന്നേ ആ മന അവർ ഷൂട്ടിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട്, ബട്ട് ദേ ഹാവ് സം കണ്ടീഷൻസ്. അവർ പറയുന്ന കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്ട്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു ഗൈസ് ലേറ്റർ. ഓക്കെ, സോ ആസ് ഓഫ് നൗ ദിസ് ഇസ് വാട്ട് ദി അപ്ഡേറ്റ്സ്. ആൻഡ് ഷൂട്ടിംഗ് എങ്ങനെ പോയാലും ഒരു 1.5 weeks ഡെഫിനറ്റ്ലി ഉണ്ടാവും. അവിടെ തന്നെയാണ് നമ്മുടെ സ്റ്റേയും ഫുഡും ഒക്കെ. They will do all the arrangements for that. So guys, get ready, okay? ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും ആൻഡ് ആർട്ട് വർക്കിനും ഉള്ള ക്രൂ മെമ്പേഴ്സ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ടീം, ഐ മീൻ ഞാൻ ഉൾപ്പെടുന്ന റാം, ആരഫ്, ജിതൻ ആൻഡ് മീ, പിന്നെ നമ്മുടെ 2 മോഡൽസ് ആൻഡ് ക്യാമറ ടീം, നമ്മൾ ഇത്രയും പേര് മറ്റന്നാൾ നാട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഐ മീൻ നമ്മൾ ഇത്രയും പേരാണ് മറ്റന്നാൾ നാട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഇനിയുള്ള അപ്ഡേറ്റ്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ലെറ്റ് യു ഗൈസ് know later, okay? And meeting disperse. Thank you guys. And Jithan, come to my cabin. Yes sir. മോനെ ജിതാ, ചെല്ലടാ ചെല്ല്, എന്നിട്ട് കിട്ടുന്നത് മുഴുവൻ മേടിച്ചോണ്ട് വാ. പുറത്തെണ്ടി പുല്ലേ, പാട്ടി പറക്കി ബാക്കി ഞാൻ വന്നിട്ട് തരാട്ടാ. ജിതൻ, what's your plan? Sir, look Jithan, എത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളാണ് ഈ കമ്പനിയിൽ ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള നിലയിൽ തനിക്കുള്ളതെന്ന് തനിക്കൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം. യു ആർ ദാറ്റ് മച്ച് ടാലന്റഡ്.
നമ്മുടെ എത്ര ക്ലയൻസ് ആണ് തന്റെ വർക്കിന് സ്പെഷ്യൽ അക്വലേറ്റ് തന്നേക്കുന്നത്. അങ്ങനെയുള്ള താൻ ഇങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ what do I do? താൻ തന്നെ പറയ് ജിതൻ. See, I'm not blaming you, okay? തന്റെ വർക്ക്, താൻ ഏറ്റെടുക്കുന്ന വർക്ക് എന്താണേലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തന്നെ താൻ ചെയ്യും, ഡെഫിനറ്റ്ലി. ബട്ട് അതൊഴിച്ചാൽ ഞാൻ അസൈൻ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ ടാസ്കും താൻ ചെയ്യാറില്ല. ചെയ്യില്ല. എന്തേലും എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് വരും എന്നോട്. തന്നെ കണ്ട് തന്നെ തൻ്റെ അസിസ്റ്റന്റ് ജെറിനും ഇപ്പോൾ പഠിക്കുന്നത്. സർ, ഞാനത് ഐം സോറി, പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല ഞാൻ. I'm really sorry, sir. See, Jitan, you are a senior employee here. So, ഇനിയെങ്കിലും please behave like that. ഇനിയും ഒരു പ്രാവശ്യം കൂടെ എന്നെ കൊണ്ടത് പറയിക്കരുത്. Okay? Sure, sir. I understood. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. Yes. ഇനി I'll take care of it. Okay, fine. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we are leaving Mumbai day after tomorrow. So, get ready with the costume design tomorrow itself. Okay? Yeah, nothing else. You can leave now, Jitan. പിന്നെ ജെറിനെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്ക്. ഓക്കെ? ഓക്കെ, ഐ വിൽ സർ. सरे ग रे ग रे ग रे ध सरे ग रे स प ग रे स प ग रे सरे ग रे ग प द सरे ग रे स द प ग रे स ध स റാം, എന്താണ് ഇത്? ഭാർഗവി നിലയാണോ? ഇഷാൻ സാറിന്റെ സെലക്ഷൻ അടിപൊളി. ഇതിനകത്ത് റേഞ്ചും കോപ്പും എല്ലാം കാണുമെന്ന് തമ്പുരാൻ അറിയാം. ഓ, ഒന്ന് മെല്ലെ പറയട പിണ്ടി. ഇഷാൻ സാറ് കേക്കണ്ട. അല്ല, ആരൊക്കെ ഇത്? വരാ പറഞ്ഞതിലും താമസിച്ചല്ലോ കുഞ്ഞെ. ഇതിനു മുന്നേ എത്തുന്നല്ലേ പറഞ്ഞിരുന്നേ? വഴി കണ്ടുപിടിക്കാൻ പാടായില്ലേ? ഇവിടെ എയർപോർട്ടിൽ എത്തുന്നത് വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ബട്ട് അവിടെ നിന്നുള്ള ഫെർദർ ട്രാവലിങ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഹാർഡായിരുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഗ്രാമത്തിലേക്ക് കയറിയതിന് ശേഷം റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ശരിക്കും പാടുപെട്ടു. അല്ലേ? അതാ കുഞ്ഞ് വിളിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നേ, ഇല്ലത്തേക്കുള്ള വഴി ഇഷി മോശമാണേ. ഹേയ്, അതൊന്നും പ്രശ്നമില്ല ചേട്ടാ. ദാറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ, നോ പ്രോബ്ലം. ഇല്ലത്ത് പടം പിടിക്കാൻ വരണ ഒട്ടുമിക്ക ആൾക്കാരും ഇത് തന്നെയാ പറഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ടേക്കുള്ള വഴി ഇഷി മോശമാണെന്ന്. വലിയ വണ്ടിയിലൊക്കെ ഈ പടം പിടിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാനേ ഇഷി പാടാത്രേ. ഒത്തിരി സിനിമക്കാർ വന്നിണ്ടേ, പക്ഷെ തമ്പുരാൻ ആൾ
ഇച്ചിരി കണിശക്കാരനാ. അധിക ദിവസമൊന്നും ഇല്ല വാടകയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഓ, ഞങ്ങളൊരു 2 ആഴ്ച ഉണ്ടാവും ഇവിടെ, ഒരു മാക്സിമം 2 weeks. അയ്യോ ഇതെന്താ വന്നപാടെ എല്ലാരും പടിപ്പുരയിൽ തന്നെ നിക്കണേ? എല്ലാരും വരിക, ഇലത്തേക്ക് വരിക. അല്ല കുഞ്ഞെ, ഈ സാധനങ്ങളും ചുമടും ഒക്കെ ഇവിടെ ഉള്ളവരെ എടുത്തോളും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, താങ്ക് യു. വെൽ ഗൈസ്, ദിസ് ഇസ് ശങ്കുനി. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ കെയർ ടേക്കർ ആണ് പുള്ളി. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, ദിയ, വെർ ഈസ് യാമിക? ഇറങ്ങിയില്ലേ പുള്ളിക്കാരി? സർ, യാമയുടെ ഫോൺ ഇസ് ജസ്റ്റ് മിസ്സിംഗ് ആയി. അറ്റ്ലാസ്റ്റ് കിട്ടി, സീറ്റിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് വരാം, എന്നോട് പോക്കോളാൻ പറഞ്ഞു. സോ ഷി വുഡ് ബി കം നൗ. Wow, what an amazing place. ഇതാവും ഡാഡി പറയാറില്ല, നാട്ടിലെ പച്ചപ്പും ഹരിതാവും ഒക്കെ. Oops, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കാറ്റടിക്കുന്നേ? നല്ല മഴക്കോളുണ്ടല്ലോ. Shit, പെട്ടെന്ന് തന്നെ പോയിക്കാം. ഡാൻ, ഈ യാമിക ഇത് എവിടെ? ഒന്ന് പോയി നോക്കി, മഴയും വരുവാ. ഓക്കെ സാർ. ദേ യാമി. അല്ല, ഈ കുഞ്ഞ് ശകുനേട്ടാ, ബാക്കി എല്ലാവരെയും പരിചയപ്പെടില്ല അല്ലേ? ഇത് യാമിക, ഞങ്ങളുടെ മോഡലാണ്. അല്ല, മോളുടെ വീട് എവിടാ? ഞങ്ങളെല്ലാവരും മുംബൈയിൽ തന്നെ സെറ്റിൽഡ് ആണ് ശങ്കുനിയേട്ടാ. യാമികയും ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ മുംബൈയിൽ തന്നെ. വെൽ, ആദ്യമായിട്ടാണ് പുള്ളിക്കാരി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ. സോ യാമിയുടെ ഫസ്റ്റ് വർക്ക് എന്നതിനോടൊപ്പം ആ ത്രില്ലും കൂടെ ഉണ്ട് മാഡത്തിന്. റൈറ്റ് യാമി? ആബ്സല്യൂട്ട്ലി സർ. എൻ്റെ ഡാഡി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്ക് നമ്മുടെ നാടിനെ കുറിച്ചുള്ളൂ. ആൻഡ് എൻ്റെ വെറബോൾസ് ഫുള്ള് മുംബൈയിൽ തന്നെ ആയതുകൊണ്ട് ഇന്നോളം ഇവിടേക്ക് വരാനൊരു അവസരം ഉണ്ടായിട്ടില്ല എനിക്ക്. എൻ്റെ ജോബ് കാരണം അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് നൗ. താങ്ക്സ് എ ലോട്ട് ഇഷൻ സർ ഫോർ ഗിവിംഗ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. ശകുനേട്ടാ, ഞങ്ങളുടെ അക്കോമഡേഷൻ, സോറി, ഞങ്ങളുടെ താമസവും മറ്റുമൊക്കെ. ഞാനത് അങ്ങോട്ട് പറയാൻ വിട്ടുപോയില്ലോ. നിങ്ങളുടെ താമസവും ഭക്ഷണവും ഒക്കെ ഇല്ലത്തൂന്ന് തന്നെയാ. അല്ല, ഇവിടെ മാംസാഹാരം നിശ്ചിതാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്താ? ഇവിടെ നോൺ വെജ് ഫുഡ് കിട്ടില്ല എന്നാ പറയുന്നത് സർ. പ്രൊഹിബിറ്റഡ് ആണെന്ന്. ഓ, അങ്ങനെ. അത് സാരമല്ല ശങ്കുനേട്ടാ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആരഡ്ജസ്റ്റ് ചെയ്യുന്നു? മാങ്ങാത്തൊലി. അപ്പൊ ഫുഡിന്റെ കാര്യത്തിലും തീരുമാനമായി. കോപ്പ്, നല്ല കിടില ലൊക്കേഷൻ ഐഷാൻ സാർ കണ്ടുപിടിച്ചേക്കുന്നേ. അയ്യോ, 2 ആഴ്ച കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓ, ഒന്ന് മെല്ലെ പറ എന്റെ പൊന്ന് തെണ്ടി. ജിതൻ, did you said something? No sir, ഒന്നും പറഞ്ഞില്ല. I didn't said anything. അല്ല കുഞ്ഞെ, എനിക്ക് ആംഗലേയ ഭാഷ തീരെ വശമില്ല, അതാട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏയ് നോ, അതൊന്നും സാരമില്ല ശങ്കുനേട്ടാ. സോ ഗൈസ്, ഹീസ് ദ കെയർ ടേക്കർ. നേരത്തെ ഞാനത് പറഞ്ഞപ്പോഴത്തേനും യാമിക ഇല്ലായിരുന്നു. സോ യാമിക, ദിസ് ഇസ് ശങ്കുനിയേട്ടൻ, ഹീസ് ദ കെയർ ടേക്കർ. സോ ഇനി വരുന്ന 2 weeks നമ്മുടെയും കെയർ ടേക്കർ പുള്ളി തന്നെയാണ്. സോ ഇഫ് ദർ ഈസ് എനിത്തിങ് യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം. ഓക്കെ? കുഞ്ഞ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല വെച്ചാലും ഇവിടുത്തെ എന്താവശ്യത്തിനും എന്നെ വിളിക്കാട്ടോ. എല്ലാവർക്കും ശങ്കുണിയേട്ടാ എന്ന് നീട്ടി വിളിച്ചാല് വെളിപ്പുറത്തുണ്ടാവും ഞാൻ. കിടപ്പുമുറികൾ ധാരാളം ഉണ്ട് ഇല്ലത്തെ, പക്ഷെ എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റാവുന്നവയല്ല എന്ന് മാത്രം. നിങ്ങൾ വരണ പ്രമാണിച്ച് മുകളിലൊരു 4-5 മുറികൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എങ്ങനെയാച്ചാല് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം. എന്താവശ്യത്തിനും ബാല്യക്കാരുണ്ട്. പിന്നെ ഈ ഞാനും ഒന്ന് വിളിക്കേ വേണ്ടു. നിങ്ങൾക്ക് ഒരു കുറവും വരത്തരുതെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, തമ്പുരാനെ ഒന്ന് കാണാൻ പറ്റുമോ ശങ്കുണ്ണിയേട്ടാ? ഇപ്പോ വന്നിട്ട് പുള്ളിയെ ഒന്ന് കാണണ്ട എങ്ങനാ? അയ്യോ കുഞ്ഞെ, ഇപ്പൊ പറ്റില്ല. വർഷങ്ങളായി ഒരേ കിടക്കയിലാണ് ഈ തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ചികിത്സയും മരുന്നും തേവാരവും ഒക്കെയും ഇല്ലത്ത് തന്നെയാ. ഈ സമയം തമ്പുരാനെ കീഴിടുന്നുണ്ടാവും വൈദ്യര്. കിടക്ക വിട്ട് മാറാൻ പറ്റില്ല. ദേഹം തളർന്നു പോയി. പക്ഷേ തമ്പുരാന് സംസാരിക്കാൻ കഴിയും. എന്നല്ലാണ്ട്
കിടക്ക വിട്ട് മാറാൻ കഴിയില്ല അദ്ദേഹത്തിന്. ഓ സോറി. എന്നാ പിന്നെ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാല് പിന്നെ കാണാം തമ്പുരാനെ. കുഞ്ഞെ, പിന്നെ ഒരു പ്രധാന കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് തമ്പുരാൻ പ്രത്യേകം പറഞ്ഞു എന്നോട്. ഞാനത് കുഞ്ഞിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുമാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായും പാലിച്ചിരിക്കേണ്ട ഒരു കാരണവശാലും മറികടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് വെച്ചാരാധനകളും പൂജകളും കർമ്മങ്ങളും പൂർവികർ കൈമാറി അനുഗ്രഹിച്ചു വന്നിരുന്ന ചിട്ടയായ ആരാധനാ രീതികളും ഇന്നും പരിപാലിച്ചു വന്ന, ഇന്നും അതൊക്കെ മുറ തെറ്റാതെ പോറ്റി വരണ ഇല്ലാണ് ഈ മനവൂർ മന. ഒരിക്കലും ഈ ഇല്ലത്തിന്റെ രീതികൾക്ക് കളങ്കം വരണ ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഈ ഇല്ലത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധിക്കും കാരണമാണ് ഈ മനവൂർ ഇല്ലത്തിന്റെ വടക്കും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യക്ഷിത്തറ. പുറത്തു നിന്നുള്ളവർക്ക് ശരിക്കും വിലക്കപ്പെട്ട സ്ഥലമാണത്. ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഇല്ലത്തിന്റെ വടക്കും ഭാഗത്തേക്ക് പോകരുത്, പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികള്. മനവൂരില്ലത്തിന്റെ പരദേവതയായ കുടുംബ പ്രതിഷ്ഠയായ യക്ഷിയമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ആ ഭാഗം. തമ്പുരാൻ കിടപ്പിലായതിനു ശേഷം വിളക്ക് വെക്കലും പൂജാവിധികളും ഒക്കെ മുടങ്ങി. അതിനുശേഷം യക്ഷിയമ്മയെ അവിടെ നിന്നും മാറ്റി വടക്കും ഭാഗത്തെ കന്നിമൂലയോട് ചേർന്ന മുറിയിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഇവിടെയുള്ള ബാല്യക്കാർ പോലും പോവാറില്ല. മനയിൽ നിന്നും ഒറ്റപ്പെട്ട സ്ഥലത്താണ് യക്ഷിത്തറ സ്ഥിതി ചെയ്യണേ. അവിടെ അമ്മയുടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ചുറ്റും കൊടുങ്കാടും പിന്നെ ഒരു കുഞ്ഞു ചുറ്റമ്പലവും. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും വിശ്വാസം ഉണ്ടാവില്ല. എങ്കിലും പറയുവാണ്, ഈ ഇല്ലത്തിന്റെ ചിട്ടകൾക്ക് വിപരീതമായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ് ഈ ശങ്കുണ്ണിയേട്ടൻ. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വന്നേക്കാം, എന്നാലും ഇവിടുള്ളവർക്ക് ഇതൊരു വലിയ വിശ്വാസം തന്നെയാണ്. ആഹാ, അരേ വാ, നല്ല ബെസ്റ്റ് വിശ്വാസം. കുറെ നേരമായല്ലോ റാമേ ഈ അമ്മാവൻ കിടന്ന് തള്ളാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ചിരിയാ വരുന്നേ. എൻ്റെ അമ്മേ, എന്തൊരു തള്ളാണോ! ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇവിടെയുള്ള ഒന്നിനും ഇനിയും നേരം വെളുത്തിട്ടില്ല. കഷ്ടം, ഈ 21ാം നൂറ്റാണ്ടില്. എന്റെ പൊന്നു ചെയ്ത ദൈവത്തോർത്ത് നീ ആ വായും വെച്ചത് മിണ്ടാണ്ടിരിക്കും. സാറ് കേൾക്കണ്ട കേട്ടോ. ഓ, മനസ്സിലായി ശങ്കുണിയേട്ടാ. എന്തായാലും ഞാനും എൻ്റെ പിള്ളേരും ഒരിക്കലും ഇതൊന്നും അവഗണിച്ച്, നിങ്ങളുടെ ഈ വിശ്വാസങ്ങളെയും ആചാരത്തെയും എതിർക്കില്ല. ശങ്കുണിയേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായിട്ട് ഒന്നും ചെയ്യുകയില്ല. ഇതെന്റെ വാക്കാണ്, പ്രോമിസ്. ശരി കുഞ്ഞെ, എന്നാ പിന്നെ എല്ലാരും പോയി കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് വന്നോളൂ. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഓക്കെ. വെൽ ജിതൻ, ജെറിൻ ഈവനിങ് എത്തിക്കോളാം എന്നല്ലേ പറഞ്ഞേ? ഈ പ്ലേസ് അറിയോ അവന്? വഴി ഇച്ചിരി ടഫാണ്. യെസ് സർ, ഈവനിങ് മുന്നേ എത്തിക്കോളാം എന്നാ പറഞ്ഞേ. പിന്നെ ഈ വില്ലേജ് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. സോ ഹി വിൽ പിക്ക് ഇറ്റ്. അതെന്തായാലും നന്നായി. ഓക്കെ ഗൈസ്, വെൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള റൂംസ് സെലക്ട് ചെയ്ത് ഗോ ആൻഡ് ജസ്റ്റ് ഫ്രഷൻ അപ്പ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ട് ആർട്ട് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബിഫോർ ദാറ്റ് സെറ്റ് അറേഞ്ച് ചെയ്യേണ്ട പ്ലേസ് ഒന്ന് കാണണം. ഓക്കെ, വെൽ ഗൈസ്, വൺ മോർ തിങ്, അടുത്തടുത്തുള്ള റൂംസിൽ വേണം സ്റ്റേ ചെയ്യാൻ. ആരും തന്നെ ഡിസ്റ്റൻസിലേക്ക് പോകരുത്. അത് മാത്രമല്ല, ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻ, യു ഗൈസ് കൻ ലീവ് നൗ. Oh my goodness, ഈ 21st സെഞ്ചുറിയിലും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവുമോ? പിന്നെ we can't blame them. ഔട്ട്സൈഡ് ലോകം എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. But still, വല്ലാത്തൊരു മിത്ത് തന്നെ ഇത്. ക്രാപ്പ്, സീരിയസ്ലി ദിയ. ആ അങ്കിൾ ഇത്രയൊക്കെ ബിൽഡപ്പ് ഇട്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ I was like shocked. Seriously, I don't believe these all things. And also, എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ മനയിൽ ചുറ്റും കണ്ടെത്താത്ത ദൂരത്ത് കൊടും കാടാണ്. മേ ബി ഈ സ്ട്രെസ് പാസസിന്റെ ശല്യം ഉണ്ടാവാണ്ടിരിക്കാനാവും ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കുന്നേ. അങ്ങനെയാ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഇവിടുത്തെ ബാല്യക്കാർ പോലും പോവാത്ത, അല്ലെങ്കിൽ പോവാൻ പേടിക്കുന്ന ഈ മനയുടെ ആ വടക്കും ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയണം. I am that much curious. Me too, Yami. എനിക്കും അറിയണം. ഞാനും ഉണ്ട് കൂടെ. ടൈം കിട്ടുന്ന പോലെ കണ്ടുപിടിക്കാം നമുക്കത്. ബട്ട് ഇഷാൻ സാർ അറിയാണ്ട് സൂക്ഷിക്കണം. ബിക്കോസ് പുള്ളി സ്ട്രിക്ട്ലി പറഞ്ഞതാ വേണ്ടാത്ത ഒരു പരിപാടിക്കും പോയേക്കരുതെന്ന്. ബട്ട് ഇതെന്താണെന്ന് അറിയാണ്ട് ഇനി ഒരു സമാധാനം കിട്ടത്തില്ല. അതാണ് പ്രശ്നം. യു ഡോണ്ട് വറി ദിയ, നമുക്ക് കണ്ടുപിടിക്കാമേ.
ആരും അറിയണ്ട. ഓക്കെ? എനിവേസ് നമുക്ക് രണ്ടാൾക്കും ഈ റൂം ഷെയർ ചെയ്യാം അല്ലേ? ഓ യെസ്, നമുക്ക് രണ്ടുപേർക്കും ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. സോ എന്തിനാ വേറെ റൂം? ഓക്കെ അമ്മി, എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് താഴേക്ക് പോവാം. എന്റെ പൊന്നു ദൈവങ്ങളെ, ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് ഈ അണ്ടകടാഹം പോലത്തെ ഭാർഗവി നിലയത്തിലാണല്ലോ ഇഷാൻ സാറ് കൊണ്ട് തള്ളിയേക്കുന്ന ഞങ്ങളെ. പോരാത്തതിന് ഇവിടുത്തെ കെയർ ടേക്കറിന്റെ വക അന്യായ തള്ളും. പെട്ടെന്നൊന്ന് 2 weeks കഴിഞ്ഞാൽ മതിയായിരുന്നു. മൊത്തത്തിലൊരു മാടമ്പള്ളി ഡ്രാക്കുളക്കോട്ട ലുക്കും അതിനെ പറ്റിയ പേടിപ്പിക്കണ കോപ്പല ആംബിയൻസ്. നാശം. ഊവാ, നിനക്കൊക്കെ രണ്ടിനും ഉള്ള സകല കിളികളും പോയിരിക്കുക. എന്തൊരു കിട്ടിലെ ആംബിയൻസ് ആണിത്. നമ്മുടെ തീം എന്താണോ അതിന്റെ ഒറിജിനാലിറ്റി അങ്ങേയറ്റം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റാണിത്. സച്ച് എൻ അമേസിംഗ് പ്ലേസ്. ഇവിടെ വന്ന് കയറിയ ടൈം തൊട്ട് വല്ലാത്തൊരു റിഫ്രഷ്മെന്റ് ഫീൽ ആണ് എനിക്ക്. ഹേടാ ആരഫ്, ഒന്നും പറയലേടാ നീ. എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞാർക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവാനും പോണില്ല. അത് മാത്രമല്ല, ഇഷാൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. സോ നമ്മൾ ഈ പറയുന്നതൊന്നും തന്നെ അവന് പിടിക്കില്ല. ഓ, നാശം പിടിക്കാനായിട്ട് എന്ത് പറയാനാ ഇനി? വന്നുപോയില്ലേ, അനുഭവിക്കുക തന്നെ ഈ 2 weeks. അയ്യോ ജിത, ആരും ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ തുടങ്ങിയാലോ ഇപ്പൊ അതുപോലെ? എന്റെ അളിയ, നീ തന്നെ ഒന്ന് പറയും. പ്രേതക്കൊട്ട പോലുള്ള ഒരു വീട്, നേരമണ്ണ ഫുഡ് പോലും ഇല്ല. എന്നിട്ട് എവിടെയും കേട്ടിട്ടില്ലാത്ത കുറെ റെസ്ട്രിക്ഷൻസും. പിന്നെ എന്തോ ഭാഗ്യത്തിന് നെറ്റ്വർക്ക് മാത്രം കിട്ടുന്നുണ്ട്. ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് ഈ അണ്ടകടാഹം പോലത്തെ ഭാർഗവി നിലയത്തിൽ തന്നെ കഴിയണം എല്ലാവരും for 2 weeks. എന്തുവാടാ ഇത്? ഹേടാ, എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷാൻ സാർ പറഞ്ഞത്, ഈ പ്രോജക്റ്റ് ഹിറ്റ് ആവുകയാണ് എങ്കിൽ അതിന്റെ നേട്ടം നമുക്ക് എല്ലാവർക്കും ആണ്. അതിന് ഇച്ചിരി കഷ്ടപ്പെട്ടാലേ പറ്റൂ എല്ലാവരും. ജസ്റ്റ് ഒരു 2 weeksന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് നമ്മളിത് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോവും. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ? നനഞ്ഞു. എന്തായാലും ഇനി കുളിച്ച് കയറാം. അതാണ്, ഹാറ്റ്സ് മൈ ബോയ്. അല്ല പിന്നെ ഈ റൂമില് 2 ബെഡുണ്ട്. സോ നമുക്ക് 4 പേർക്കും ഈ റൂം പോരെ? ഒരു ബെഡില് ഞാനും ആരവും, ഒരു ബെഡ് എനിക്കും ആരവിനും, അടുത്ത ബെഡ് ജെറിനും നിനക്കും. ഓക്കെ അല്ലേ? അയ്യേ, അവന്റെ മനസ്സിലിരിപ്പ് വേണ്ടോ? എന്റെ പട്ടി കിടക്കുന്ന എന്റെ കൂടെ. ഞാനേ ജിതന്റെ കൂടെ കിടന്നോളാം. നീ വേണേല് ജെറിനെ കൂട്ടി കിടത്തിക്കോ. ഓ, സമ്മതിച്ചേ. ഹെറാ, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് പോവാം. ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം വർക്ക്. വായോ സർ, നമ്മുടെ ആർട്ട് ടീം ഇസ് റെഡി. സെറ്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് വെയിറ്റ് ഗൈസ്, ഐ ഹാവ് എൻ ഐഡിയ. നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സെറ്റിന്റെ ഡിസൈന് ഒന്ന് മാറ്റി പിടിച്ചാലോ? നമ്മുടെ ക്ലയൻസ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം പ്രസന്റ് ചെയ്താലോ നമുക്ക്? സോറി സർ, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ഓക്കെ, വാട്ട് ഐ മീൻ ഇസ്, ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞ ഈ മണവൂർ മനയുടെ പരദേവതയായ യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ വടക്കും ഭാഗത്തെ യക്ഷിത്തറ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ നമുക്ക്? Wow, great thought. But how, sir? ഇവര് സ്ട്രിക്ട്ലി പറഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ആരും തന്നെ പോരുതെന്നല്ലേ? ആ സ്ഥിതിക്ക് ആ സ്ഥലം എങ്ങനെയാവും കാണാൻ എന്നൊരു ഐഡിയ പോലും ഇല്ലല്ലോ നമുക്ക്. Yeah, you're right, Ram. But നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യണം എന്നല്ലല്ലോ പറയുന്നത്. We are recreating the exact place in somewhere else, right? നമുക്ക് ആ ഏരിയ കാണാൻ എങ്ങനെയാണെന്ന് ശങ്കുണ്ണിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. After that, we can create the set. Okay, sir. We can do that. Let's give it a try. Success ആകുവാണ് എങ്കിൽ this is gonna be a great work, no doubt. എന്റെ പൊന്നു ജിത, ഈ ഇഷാൻ സാറിന് എന്തിന്റെ ഭ്രാന്ത? അതെല്ലാം കേട്ട് തലയാട്ടൻ ആ മരപ്പട്ടി റാമും. അപ്പോ ഓൾറെഡി നമ്മുടെ ആർട്ട് ടീം റെഡിയാക്കി വെച്ചിരിക്കുന്ന സെറ്റിന്റെ ഡിസൈനോ അതെന്താ പുഴുങ്ങി തിന്നോ? ഹേയ് നോറ, ആക്ച്വലി ദിസ് ഇസ് എ ഗ്രേറ്റ് ഐഡിയ. ബിക്കോസ് ആ അങ്കിള് പറഞ്ഞ വടക്കും ഭാഗത്തെ യക്ഷിത്തറ, ചുറ്റും കൊടും കാട്, പിന്നെ ഒരു കുഞ്ഞു ചുറ്റമ്പലവും, ആ ഒരു സെറ്റ് കൊടുക്കുന്ന ഇമ്പാക്ട് ഷുഡ് ഡെഫിനറ്റ്ലി ഹിറ്റ് ഡിഫറെന്റ്. ഓൾ ഓവർ നമ്മൾ ഈ വർക്കിന്റെ മൊത്തം പിക്ചറേ മാറും. നമ്മുടെ തല പോലെയല്ല പുള്ളിയുടെ. നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഒരു പടി കൂടുതൽ ചിന്തിക്കും പുള്ളി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എല്ലാം കൂടെ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. എക്സ്ക്യൂസ് മീ സർ, സെറ്റ് വർക്ക് കഴിഞ്ഞു. Oh wow, great work. I'm coming now, Ram. Just 5 minutes, okay? ഞാനിപ്പോ വരാം. ജിത,
എടാ look at the set, so amazing അല്ലേ? See the sculpture, out of the world. Oh my goodness. Ram, da, I knew this. His sculpture. Eda, I have seen this before. എനിക്ക് oh shit. എടാ എനിക്കിതറിയാം. I knew this, da. I really knew this. Hey, Jita, cool. Okay. നീ ഇത്ര ഡിസ്റ്റർബ്ഡ് ആവുന്ന എന്തിനാ? നമ്മള് മൂവീസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള അതേ മോഡൽ സ്കൾപ്ചർ ആണിത്. ദാറ്റ്സ് ഇറ്റ്. വാട്ട് ഹാപ്പൻഡാ? മൊത്തത്തിൽ നീ പെട്ടെന്ന് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആയല്ലോ. എന്താ പറ്റിയേ? I'm okay ഡാ. ഓക്കെ, ബട്ട് എന്തോ ഇവിടെ വന്ന ടൈം തൊട്ട് ഫുൾ ഒരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുമോ എനിക്ക്. ഒട്ടും തന്നെ കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലടാ. ഐ ഡോണ്ട് നോ വൈ. ഒന്നുമില്ലടാ, ഒക്കെ വെറുതെ തോന്നുന്നതാ നിനക്ക്. ദേ, ഈ പ്ലേസും അറ്റ്മോസ്ഫിയറും ഒന്നും തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. നത്തിങ് എൽസ്. ഒരു 2 weeks, that's it. അത്രേ ഉള്ളൂ. Yeah, I know da. That's okay. I'm fine now. Yo guys, Cherry is here. ഞാൻ ഒട്ടും തന്നെ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? വന്നല്ലോ നമ്മുടെ ജീതന്റെ സ്വന്തം വേതാളം. അല്ല, എന്താണ് ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ട എന്റെ ആരവേട്ടാ. എന്നാ സ്ഥലമാ ഇത്? ഇതിലും ഭേദം വല്ല ട്രക്കിങ്ങിനും പോണതാ. എന്റെ നടുവിന്റെ ഷോക്കും സെർവർ ഇളകി. ഇനി എന്തിനു കൊള്ളാവോ ആവോ. ജെറി, നീ ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചിട്ടാണോ വന്നേ? ഓ യേ, അത് പിന്നെ ചോദിക്കാനുണ്ടോ ചെയ്തേട്ടാ? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കഴിച്ചു. എന്നിട്ടാ വന്നേ. അതെന്തായാലും വളരെ നന്നായി. ഇനി 2 ആഴ്ചത്തേക്ക് ഇവിടുത്തെ പുല്ലും വൈക്കോലും ആണ് മോനെ നമ്മുടെ ഫുഡ്. എന്താന്ന്? ഇനി അങ്ങോട്ട് ഇവിടുന്ന് പോകുന്നവരെയും ചോറ് സാമ്പാറുമാണ് നമ്മുടെ ഫുഡ് എന്ന്. ഇവിടെ നോൺ വെജ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് കേറ്റാൻ പറ്റില്ലാത്ര. പെട്ടടാ ജെറി, നമ്മള് പെട്ട്. ഓ മൈ കടവുളെ, എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, എന്തിനീ കൊലച്ചത് നീ എന്നോട് ചെയ്തു? എന്തായാലും പെട്ടുപോയില്ലേ, ഇനി സഹിക്കാം. അത് തന്നെ. അല്ല, യാമയും നീയും ഒക്കെ എവിടെ? അവരെവിടെയാ? അവര് രണ്ടാളും ഇഷാ സാറിന്റെ കൂടെ സെറ്റിൽ നിൽപ്പുണ്ട്. നീ എന്തായാലും ചെന്ന് സാറിനെ ഒന്ന് കണ്ടേക്ക് കേട്ടാ. ഓക്കെ ഗുരുവേ. എനിവേസ്, ഈ ആംബിയൻസും മണിയും ഒരു രക്ഷയില്ല കേട്ടോ. അമേസിങ്. നമ്മുടെ ആ പഴയ വിന്റേജ് ടൈമിലേക്ക് ഒന്ന് ടൈം ട്രാവൽ ചെയ്ത പോലൊരു ഫീല്. അകത്തേക്ക് കയറുമ്പോഴും എന്റെ പൊന്നുമോൻ ഇത് തന്നെ പറയണേ. എന്താ ഇത്? ഇങ്ങനൊരു സ്വപ്നം? ജിതനല്ലേ അത്?
Oh shit. Damn. Yeah, this is just a dream. അതിനെന്തിനാ ഞാനിങ്ങനെ തലപുകച്ച് ആലോചിക്കുന്നേ? യമീ, നാളെ മോർണിംഗ് തന്നെ ഷൂട്ടുള്ളടാ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഓക്കെ? കിടന്നുറങ്ങാൻ നോക്ക് എൻ്റെ പൊന്നു പെണ്ണേ. എൻ്റെ പൊന്ന് തമ്പുരാനെ, ഇതെന്ത് സ്വപ്നമാ ഞാനിപ്പോ കണ്ടേ? ഓ, യാമിയല്ലേ അത്? ഇവിടെ വന്നു കയറിയ ടൈം തൊട്ടേ ഒന്നും ശരിയല്ലല്ലോ. ഒരു അമ്മച്ചിക്കോട്ട പോലത്തെ മനയും ഒരു കോണാക്കിലെ വിൻറ്റേജ് തീന്നും ബാക്കിയുള്ളവന്റെ ഉറക്കം കളയാനായിട്ട്. എൻ്റെ അമ്മേ. രാം, യാമി റെഡി ആയില്ലേ? ഓ യെസ് സർ, ഷീസ് ഹിയർ ആക്ച്വലി. നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய், செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா? എന്റെ പരദേവതകളെ, ദുർഗമോള്. Okay, great job, Yummy. Amazing, awesome, dear. Thank you, sir. Great work, guys. Yummy, no words. You nailed it. Just nailed it. Okay, guys, get ready for the next shot. കുഞ്ഞെ, യെസ്, എന്താ അങ്കിൾ? മുഖ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? സംഭാരോ ഇളനീരോ എന്തേലും? ഈ പൊരിയണ വെയിലത്ത് തന്നെ ആയിരുന്നില്ലേ ഇത്രയും നേരം കുഞ്ഞ് നിന്നിരുന്നേ? കൊണ്ടുവരട്ടെ എന്തേലും? ഹേയ് വേണ്ട അങ്കിൾ, ദാറ്റ്സ് ഓക്കെ. എനിവേസ് താങ്ക് യു. എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിച്ചില്ല എന്നോട്, അതെന്നെ ധാരാളം. അപ്പോൾ ശരി അങ്കിൾ, അടുത്ത ഷോട്ട് എടുക്കാനുള്ള ടൈമായി. ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം എനിക്ക്. എന്നാൽ ശരി, ഞാൻ റൂമിലേക്ക് പോവാം. കുഞ്ഞ് ഒരു നിമിഷം. എന്താ എന്ത് പറ്റി അങ്കിൾ? ഈ ശങ്കുണിയേട്ടനൊരു കാര്യം പറഞ്ഞാല് മോള് കേക്കുവോ? ഒരു പക്ഷെ കുഞ്ഞിനത് കേൾക്കുമ്പോ വെറും തമാശയായി തോന്നിയേക്കാം, എങ്കിലും അത് പറയാണ്ട് തരയില്ല. ഒരു പക്ഷെ പരദേവതകൾ ഈ വയസ്സിന്റെ കണ്ണിൽ നേരത്തെ കാട്ടിത്തന്നതാവും പലതും. അങ്കിള് കാര്യം പറയേ. അത് കുഞ്ഞെ, മോള് ഒരിക്കലും ഒരു കാരണവശാലും ഇല്ലത്തെ വടക്കും ഭാഗത്ത് പോവരുത്. പ്രത്യേകിച്ച് ഇല്ലത്തെ പരദേവതയായ യക്ഷിയമ്മ കൂടിയിരിക്കണ അവിടത്തെ കന്നിമൂലയോട് ചേർന്ന ഒറ്റപ്പെട്ട ബന്ധിക്കപ്പെട്ട മുറിയുള്ള ആ ഭാഗത്തേക്ക്, യക്ഷിത്തറയുള്ള ഭാഗത്തേക്ക്. ഒരുപാട് വിശ്വാസങ്ങളാലും പഴയ വെച്ചാരാധനകളാലും പരദേവതയെ പ്രീതിപ്പെടുത്താന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് പൂജാവിധികൾ ഓരോന്നും ചിട്ടയായി ചെയ്തുവെന്ന ഇല്ലാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില രീതികളും വിശ്വാസങ്ങളും നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളാനായൊന്നും വരില്ല. ആർക്കും ഒരു ആപത്തും ബുദ്ധിമുട്ടും വരാണ്ടിരിക്കണം. യാമി, ബെസ്റ്റ്. താൻ ഇതുവരെ റെഡി ആയില്ലേ? ഷോട്ട് റെഡിയായി, ലൈറ്റ്സ് പോവാണ്. ഐ എം സോറി ജിതിൻ, ഞാനേ ഈ അങ്കിളിനോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നിന്നതാ. ഗിവ് മി ജസ്റ്റ് 5 minutes, ഇപ്പൊ വരാം ഞാൻ. ഓക്കെ അങ്കിൾ, ഐ എം സോറി, ഞാൻ ഇച്ചിരി ബിസിയാണ് ഇപ്പോൾ. വിൽ ഡെഫിനറ്റ്ലി സീ യു ലേറ്റർ. ഓക്കെ. എന്റെ പരദേവതകളെ, ഞാൻ കരുതണ പോലൊന്നും ആവല്ലേ. കഴിഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കല്ലേ. ഒന്നും താങ്ങാനുള്ള ശക്തി ഈ വയസ്സിന് ഇനി ഇല്ല. എന്നാലും എന്താവും അങ്കിൾ അങ്ങനൊക്കെ പറഞ്ഞേ? അതിന് മാത്രം എന്താ അവിടെ ഉള്ളേ? എസ്പെഷ്യലി ആ റൂമില്.
എങ്ങനാ അതൊന്ന് കണ്ടുപിടിക്കുന്നേ? യാമി, ആ ഹാ, ജിത, എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഹേയ്, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ ജിത. അപ്പോഴതേ ഈ കുളം കണ്ടേ, പിന്നെ കുറച്ചു നേരം ഇവിടെ അങ്ങ് ഇരിക്കാന്ന് കരുതി. ഓ അങ്ങനെ. ഓക്കെ. ടു ബി വെരി ഫ്രാങ്ക് യാമി, ടു ബി വെരി വെരി ഫ്രാങ്ക്, പറയാണ്ടിരിക്കാൻ വയ്യ. യു ഹാവ് ഡൺ ആൻ അമേസിംഗ് ജോബ് ഡാ. സീരിയസ്ലി, യു നോ വാട്ട്, ഒരു രക്ഷയില്ലായിരുന്നു തന്നെ കാണാന്. റിയലി ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. അപ്പോ ജീതൻ ഇപ്പൊ പറഞ്ഞു വരുന്നേ എന്നെ കാണാൻ ഇപ്പൊ കൊള്ളില്ലെന്നാ? Hey, no, never. Never. You look always stunning. By the way, ഞാനൊരു കാര്യം ചോദിക്കട്ടെ തന്നോട്? ഹാ ജീത, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇഷാൻ സാർ അന്വേഷിക്കുവാൻ തന്നെ. പെട്ടെന്ന് ചെല്ല്, എന്തോ അത്യാവശ്യ കാര്യമാണെന്നാ തോന്നുന്നേ. ഈശാൻ സാറല്ലേ, മിക്കവാറും അടുത്ത എന്തിനെങ്കിലും എന്നെ പിടിച്ച് കൊടയാനാവും. അല്ലാണ്ട് എന്തിനാ? എന്തായാലും ഞാൻ പോയി കയ്യോടെ വാങ്ങട്ടെ. ഇങ്ങനെ ഇഷാൻ സാറിന്റെ വായിന്ന് ചുമ്മാ കേൾക്കാൻ ഒരു ജന്മം. പാവം ചെക്ക്. യാമി, come let's go. നേരെ ഇരുട്ടുവാടാ. ബാ ദിയ, 1 minute. വാട്ട്? അതെന്തിനാ പുള്ളി നിന്നോടൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞേ? സംതിങ് ഫിഷി. അതാ എനിക്ക് മനസ്സിലാവാതെ. എന്തായാലും ഇത്രയൊക്കെ പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് സംതിങ് ഈസ് ദേർ. വാട്ട് എവർ ഹാപ്പൻസ്, അതെന്താണെന്ന് അറിയാണ്ട് ഇനി ഈ യാമി ഈ മന വിടില്ല. ദിയ, can I say something? ഈ മനവൂർ മനയുടെ വിശ്വവിഖ്യാതമായ വടക്കും ഭാഗം, ഐ മീൻ ഇവിടെയുള്ളവർ പോലും ഒന്ന് പോവാൻ പേടിക്കുന്ന ഈ മനയുടെ പരദേവത കുടിയിരിക്കണ യക്ഷിത്തറ പോയാലോ നമുക്ക്? Right now? Hell yeah, why not? Come, let's go. Oh my god, what an amazing place. എന്ത് ഭംഗിയാ ഇവിടെയൊക്കെ കാണാന്. ഇവിടേക്കാണോ നമ്മളോട് ആരോടും വരരുതെന്ന് പറഞ്ഞ അങ്കിൾ? സീരിയസ്ലി യാമി, സത്യം? Oh my god, no chance. ഇതെന്തൊരു കാറ്റാ ഇത്. ദിയ, ലുക്ക്, ഇതാണ് ആ യക്ഷിയമ്മയുടെ സ്കൾപ്ചർ എന്നാ തോന്നുന്നത്. സി, ചുറ്റമ്പലം. യാമി, നമുക്കിപ്പോൾ പോയിട്ട് പിന്നെ വരാടാ. എനിക്കത് വല്ലാതെ തോന്നുക. ഓ ദിയ, ഒരു 5 minutes. ഇപ്പോഴാണേലും ആരും തന്നെ ഇല്ലേ ഇവിടെ. അവരൊക്കെ ദേ അപ്പുറത്തെ സൈഡിൽ നാളത്തെ ഷൂട്ടിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലീസ് ഡാ, ഒരു 5 minutes ദിയ. നോ യാമി, കം ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നിൽക്കണ്ട. എന്തോ വല്ലാത്തൊരു നെഗറ്റീവ് വൈബ്. ഐ ഡോണ്ട് നോ. പറയുന്നത് കേൾക്ക്. വന്നേ നീ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നശിപ്പിച്ചു. 2 weeks നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ യാമി? പിന്നീട് എപ്പോഴും വരാമേ. ഇനി നമ്മളെ കണ്ടില്ലെങ്കിലേ അവരന്വേഷിച്ച് ഇങ്ങോട്ട് വരും. സോ നീ വേഗം വന്നേ, നേരെ ഇരുട്ടായി. ഓക്കെ. ദിയ, ദേ എൻ്റെ ഡാഡി വിളിക്കുവാടാ. നീ ചെല്ലേ, ഞാൻ വന്നേക്കാം. ഹായ് യാമി. ഓക്കെ, ലേറ്റ് ആവരുത്, പെട്ടെന്ന് തന്നെ വന്നേക്കണേ. ഹലോ ഡാഡി. Hello, Molu. How are you, dear?
ഡാഡി ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയേ. ഹലോ ഡാഡി ഒന്നും കേൾക്കുന്നില്ല. ഹലോ 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 മോളെ, ഹലോ ഹലോ. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഓ കോപ്പ്, റേഞ്ചും പോയി. ശ്ശേ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവാം, എങ്ങാനും റേഞ്ച് കിട്ടിയാലോ. യാമിക, ആ ആരാത്? ആരെന്നെ വിളിച്ചേ? യാമിക, ആരാ എന്നെ വിളിക്കുന്നേ? ഇനി ഇവിടുന്നാണോ ആ സൗണ്ട് വന്നേ? ആരാ? ആരത്? യാമിക, എത്ര വർഷമായി നിന്റെ ഈ വരവിനായി ഞാൻ കാത്തിരിക്കുവാണെന്ന് അറിയോ? എന്താ ഇത്? ആരാ ഇത്? ഇനിയും കാത്തിരിക്കാൻ വയ്യ. വാ, എന്നിലേക്ക് തന്നെ വാ. വാ, വാ, എന്നിലേക്ക് തന്നെ വാ. വാ. No, no, Dia. നൂറ്റാണ്ടുകളായി ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഈ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാണ്. യാമിക, വാ വാ, എന്നിലേക്ക് തന്നെ നീ വാ. വാ. No. യാമി, ഗുഡ് മോർണിംഗ്. നീ ഈ ഡ്രസ്സൊക്കെ ഇനി സ്ഥിരമാക്കിയോ? എന്തായാലും ഈ ഹാഫ് സാരിയൊക്കെ നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ലുക്കിംഗ് സോ സ്റ്റണ്ണിങ്. അല്ല, ഇന്നലെ നീ എപ്പോഴാണ് വന്ന് കിടന്നേ? നല്ല ടയർഡായിരുന്നു ഇവിടെ ഞാൻ. അതാ പിന്നെ ഫുഡൊക്കെ കഴിച്ച ഉടനെ തന്നെ റൂമിലേക്ക് വന്നേ. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറന്നത് ഇപ്പോഴാണ്. യാമി, നിന്നോടാ ഞാൻ ഈ പറയുന്നേ. നീ ഇതെന്താ പുറത്തേക്കാണ് നോക്കി നിൽക്കുന്നേ? ആ, എന്താ? എന്തായാലും പറഞ്ഞിരുന്നോ? ബെസ്റ്റ്. നീ ഇത് ഏത് ലോകത്താ? എനിവേസ്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാടാ. ഇന്ന് എൻജിട്ടാണ്, ഫോട്ടോഷൂട്ടാ. സോ ലേറ്റ് ആയല്ലേ, ഇഷാൻ സാർ എന്നെ പറപ്പിക്കും. യാമി, ഇന്ന് തനിക്ക് ഷൂട്ടില്ലല്ലോ, പിന്നെന്താ ഈ കോസ്റ്റ്യൂം ഇട്ടേക്കുന്നത്? ഇതങ്ങ് പെർമനന്റ് ആക്കിയോ? ഇത് തന്നെ ഞാനും അവളോട് ചോദിച്ചേ. സാധാരണ ഞാൻ എണീറ്റ് ഫ്രഷായി വന്നാലും ബെഡിൽ നിന്ന് തല പൊക്കാത്ത ആളാ. ഇന്നാണേലും ഞാൻ നോക്കുമ്പോൾ ഏർലി മോർണിംഗ് തന്നെ കുളിച്ച് തലയിൽ തുളസിക്കതിരും നെറ്റിയിൽ ചന്ദനക്കുറിയും തൊട്ട് ഹാഫ് സാരി ഇട്ട് ദേ ഈ മൈൻഡ് ബ്ലോയിങ് ലുക്കിൽ നിൽക്കുമായിരുന്നു പുള്ളിക്കാരി. ഞാൻ തന്നെ ഷോക്കായി പോയി. അതാണ് പെൺകുട്ടികള്.
സി നമ്മൾ കാണുമ്പോൾ എക്സ്ട്രീംലി അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു യാമി. ബട്ട് ഇപ്പൊ കണ്ടില്ലേ, ഈ മനയിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരിയുടെ വേഷവും ഡെയിലി റുട്ടീനും ഒക്കെ തന്നെ മാറിയത് കണ്ടില്ലേ. അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ യാമിയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ മനയിലെ ഒരാളാണെന്നേ പറയൂ. സി അവള് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. എന്റെ ദിയാ, കണ്ട് പഠിക്കും നീ ഇതൊക്കെ. അതിന് ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലെന്ന് ആരാ പറഞ്ഞേ? ഇവിടുത്തെ കുട്ടി തന്നെയാ ഈ ഇല്ലത്തിന്റെ ഏക അനന്തരാവകാശി. വാട്ട്? നല്ല കീട്ടിയിലും ജോക്ക്. തന്റെ സെൻസ് ഓഫ് ഹ്യൂമർ പൊളിയാട്ടോ യാമി, അടിപൊളി. ഗൈസ്, come on, back to work. Come on, come on. കിടന്നിട്ടാണെങ്കിൽ ഓർക്കും വരുന്നില്ലല്ലോ. ഓ, എന്തൊരു കഷ്ടമാണോ. പുറത്തേക്കൊന്ന് പോയാലോ? അതന്നെ, ബാൽക്കണി വരെ പോവാം. ഉറക്കം വരുമ്പോ തിരിച്ചു കയറി വരാം. എന്തൊരു തണുപ്പാണോ. യാമി, ഉറങ്ങിക്കാണോ? ടൈം ഇത്രയായില്ലേ, അപ്പൊ ഉറങ്ങാണ്ട് പിന്നെ. എന്റെ ജിത, എന്താണ് നിനക്ക് ഈ നട്ടപ്പാതിരയ്ക്ക് മരം കൊച്ചുന്ന തണുപ്പത്ത് വന്ന് നിന്ന് എന്തൊക്കെയാ ഈ പറയുന്ന നീ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവളെ കാണുമ്പോ, അവളോട് സംസാരിക്കുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാ തോന്നേ. അവളെ നേരത്തെ കണ്ടിട്ടുള്ള പോലെ, നല്ല പരിചയമുള്ള പോലെ, അറിയാവുന്ന പോലൊരു ഫീല്. ദേവാ, ആരത്? യാമി, താനെന്താ ഇവിടെ? ഉറങ്ങിയില്ല ഇത്രയും നേരമായിട്ടും? യാമി, എടാ എടാ, എന്താ പറ്റിയോ നിനക്ക്? എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ? ദേവാ, ദേവാ, ഒരു നോക്കൊന്ന് കാണാൻ വന്നതാ ഞാൻ. ദേവാ. വാട്ട്? യാമി, എടാ, എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ പറ്റിയേ? ദേവനോ? ആരാത്? ജിതേട്ടാ, ബെസ്റ്റ്. എന്റെ മനുഷ്യ, ഈ തണുപ്പത്ത് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ആരോടാ ജിതേട്ടാ സംസാരിച്ചേ? നല്ലപോലെ വെള്ളം തയ്ച്ചിട്ടാ ഞാൻ എണീറ്റേ. അപ്പോഴാ പുറത്ത് സംസാരം കേൾക്കുന്നേ. ബെഡിൽ നോക്കിയപ്പോഴുണ്ട് ജിതേട്ടനെ കണ്ടതുമില്ല. ആരോടാ ഈ നേരത്ത് സംസാരിച്ചേ? ചെറി, ഞാൻ അത് യാമി. എന്താ യാമിയോ? ഇവിടെ അതിന് ആരും തന്നെ ഇല്ലല്ലോ. പിന്നെ യാമി, അവളിപ്പോ 12 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ചെയ്തേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ലടാ, നീ പൊക്കോ, ഞാൻ വരാം. ചെല്ലേ. അല്ല, പെട്ടെന്ന് യാമി എവിടെ പോയി? എന്താ ഇതൊക്കെ? ആരാ ഈ ദേവൻ? ഇനി എനിക്ക് തോന്നിയതാണോ? ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയാ ജിത ഈ പറയുന്നേ? ഞാൻ ഇന്നലെ ആ ടൈമില് ജിതിനെ കാണാനായിട്ട് വന്നെന്നോ? അതും ഒറ്റയ്ക്ക് നട്ടപ്പാതിരായ്ക്ക്. ഇതെന്ത് പറ്റി? പതിവില് നേരത്തെ ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയേ. ദിയ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഇന്ന് മോർണിംഗ് ദിയ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ. അതെ, വല്ല സ്വപ്നവും കണ്ടായിരുന്നോ എന്റെ കോസ്റ്റ്യൂം ഡിസൈനറെ? ജിത, ഐ സ്വെയർ ഞാൻ വന്നിട്ടില്ല. മേ ബി നീ ചിലപ്പോ സ്വപ്നം എന്തെങ്കിലും കണ്ടതാവും. ഇവിടെ നിൽക്കുമായിരുന്നു രണ്ടാളും. രണ്ടുപേരെയും സാറ് വിളിക്കുന്നുണ്ട്, വന്നേ. നിങ്ങൾ രണ്ടാളും ചെല്ലേ, ഞാനിപ്പോ വരാം. എന്താ ഇത്? യാമിക്ക് ഇതിനെ പറ്റി ഒന്നുമേ അറിയില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ തോന്നിയതാവോ എനിക്ക്? മേ ബി ആവും. എന്തേലും ആവട്ടെ, കോപ്പ് അല്ല പിന്നെ. യാമി, ഒരു കാര്യം ചോദിക്കട്ടെടാ നിന്നോട് ഞാൻ. എന്തോ വല്ലാത്തൊരു സഡൻ ചേഞ്ച് പോലെ നിനക്ക് ഓൾ ഓവർ. I'm okay, I'm perfectly fine.
എനിക്കെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഐ എം റിയലി എൻജോയിങ് ദിസ് പ്ലേസ് വർക്ക് യുനോ. വർക്കിന് വേണ്ടി നമ്മൾ ഇവിടേക്ക് വന്നതാണെന്നൊരു ഫീല് ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് തോന്നുന്നേ ഇല്ല. ശരിക്കും ഒരു വെക്കേഷൻ മൂഡാണ്. ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ്. ഓക്കെ, അത് കേട്ടാ മതി. നീ ഹാപ്പി ആണല്ലോ, ഓക്കെ ആണല്ലോ, ദാറ്റ്സ് ഇനഫ്. എന്തോ ഐ ഫെൽറ്റ് ലൈക്ക് യു ആർ നോട്ട് ഓക്കെ, അതാ ചോദിച്ചേ. എന്നാലേ എൻ്റെ മാഡം വന്നേ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ദേവാ 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 ദേവാ. ആരാ ആരാത്? ദേവാ ദേവാ ആരാത്? ഓ ഡാ റാം റാം. ഓ എന്തൊരു ഉറക്കമാണ് ഇത്. പുറത്ത് നിന്ന് ആ സൗണ്ട് കേട്ടെ. എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തോ ഇത്? ഷേടാ, ഇവിടെ ഇങ്ങ് ആരും തന്നെ ഇല്ലല്ലോ. എക്സ്ക്യൂസ് മീ, ആരാ അത്? ഹാ, യാമിയുടെ സൗണ്ടല്ലേ അത്? യാമി യാമി. ദേവാ വേഗം വാ, കാത്തിരിക്കുക ഞാൻ. യാമി യാമിടാ, നീ എന്താ ഈ ടൈമിൽ എവിടെ ഇരിക്കുന്നേ? അത് ഒറ്റയ്ക്ക്? യാമി, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. ദേവാ ദേവാ. എടാ, എന്താ പറ്റിയ നിനക്ക്? നിന്റെ ഫേസൊക്കെ എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ? നീ വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. വന്നേ നീ. ദേവാ വന്നു, ഞാൻ എന്റെ ദേവനെ തേടി വന്നു. യാമി, എന്തൊക്കെയാ നീ പറയുന്നേ? ദേവനോ? ആരാത്? മനസ്സിലായില്ലേ എന്നെ? ഇനിയും പറയദേവ, നോക്കി എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചത് നോക്കി. ഇനിയും മനസ്സിലായില്ല എന്റെ ദേവന് ഞാൻ ആരാന്ന്? ഇനിയും മനസ്സിലായില്ല. യാമി, നോ നോ. ദേവാ, ദുർഗ ദുർഗ ദുർഗ, എന്റെ ദേവന്റെ ദുർഗ. ദുർഗ ദുർഗ, എന്നെ തേടി വന്നുവല്ലേ നീ? പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്തേക്ക് തന്നെ വന്നൂല്ലേ ദുർഗ? വർഷങ്ങൾ എത്രയായി ഞാൻ കാത്തിരിക്കാന്നറിയോ എന്റെ ദേവനെ വീണ്ടും ഒരു നോക്കൊന്ന് കാണാനായി. ഇനി പോവില്ല ഞാൻ, എന്റെ ഈ പ്രാണനെ വിട്ട് എങ്ങോട്ടും പോവില്ല ഞാൻ, പോവില്ല ഞാൻ. ദുർഗ, நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில்
നെற்றிത്തരള നീർവടിയ കൊത്ര പൊയ്കയാടിയവൾ നീയാ അത്ரை തിങ്കളൻ നിലവിൽ നെற்றிത്തരള നീർവടിയ കൊത്ര പൊയ്കയാടിയവൾ നീയാ. ഇവൻ ഈ നേരത്തെ ആരോടൊന്നും പറയാതെ എവിടെ പോയേ? ജിത ഡാ ജിത. എന്ത് ജിതന് യാമിയല്ലേ ഇത്? ഓ മൈ ഗോഡ്, എടാ ഭയങ്കര. അപ്പോ എല്ലാരും ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്ന ടൈമില് ജിതൻ ചന്ദ്രശേഖരന് ഇതാണല്ലേ പണി. എന്നാലും എന്റെ ജിത, നീ ഇതെപ്പോ യാമിനെ സെറ്റാക്കി? കൊച്ചു കള്ള. എന്തായാലും യു കണ്ടിന്യൂ മൈ ബോയ്. നിന്നെ നാളെ ഞാൻ എടുത്തോളാം. ഓക്കെ, ക്യാരി ഓൺ. എന്റെ തല. ഞാനിങ്ങനെ ഇവിടെ വന്ന് റൂമിലല്ലേ കിടന്നിരുന്നേ? പിന്നെങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇനിയൊന്നും ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. റാമിനോടെങ്കിലും തുറന്നു പറയണമല്ല. രാം, ഡാ രാം, എണീക്കടാ പോത്തെ. ഡാ, എന്തുവാടാ? കുറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ ഞാൻ. രാം, ഒന്ന് എനിക്ക് പ്ലീസ്. എടാ, I want to talk to you. അങ്ങനെ വഴിക്ക് വാ. നീ പറയാതെ തന്നെ ഐ നോ വാട്ട് ഇസ് ദ മാറ്റർ എന്ന് കേട്ടോ. ഞാനേ കണ്ടുപിടിച്ചു. കൊച്ചു കള്ള. കണ്ണടച്ചു പൂച്ച പാല് കുടിച്ചാല് ആരും ഒന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? അല്ല, ഇന്നലെ മിഡ് നൈറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സാർ എപ്പോഴാ റൂമിലേക്ക് വന്ന് കിടന്നേ? ജിത, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നോക്കിയും കണ്ടുമൊക്കെ വേണം കേട്ടോ. ആരേലും കണ്ടാല്. എന്താ നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നേ? ഇന്നലെ ഞാൻ എവിടെ പോയിന്നാ? ജിത വേണ്ട, ഞാൻ ഇന്നലെ കയ്യോടെ കണ്ടുപിടിച്ചു നിന്റെ ചുറ്റിക്കളി. ഇനിയും കിടന്നിങ്ങനെ ഉരുളല്ലേ? അയ്യോ എന്റെ പൊന്നറാം. എടാ, ഒന്നാമത് എന്റെ കിളി മൊത്തം പോയിരിക്കുക. ഞാൻ എവിടെ പോയിന്നാ ഇന്നലെ നൈറ്റ്? എടാ, നീ ഇനിയും ഒന്നും തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നോ യൂസ്. എസ്പെഷ്യലി എന്റെ അടുത്ത്. ഞാൻ നേരിട്ട് തന്നെ കണ്ടതാ ഇന്നലെ പാതിരാത്രി നീയും യാമിയും കൊളക്കടവില് ഇന്റിമേറ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നേ. എന്നിട്ടിപ്പോ അവനൊന്നുമേ അറിഞ്ഞിട്ടില്ല. അയ്യന്റെ മോനെ. വാട്ട്? യാമി ഞാനും ഇന്നലെ? എടാ റാം, എനിക്ക് എടാ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങള് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം പ്ലീസ്. എനിക്കറിയില്ലടാ എന്താ എനിക്ക് ചുറ്റും ഈ സംഭവിക്കുന്നതെന്ന്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്റെ പൊന്നറാം, എനിക്ക് നിന്നോട് മാത്രമേ ഇതൊക്കെ തുറന്നു പറയാൻ പറ്റൂ. നടന്നതൊക്കെ എന്റെ തോന്നലാണോ അതോ റിയൽ ആണോ? ഐ ഡോണ്ട് നോടാ. അറിയില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ? സീരിയസ്ലി അറിയില്ലടാ. പക്ഷെ ഇന്നലെ നീ പറഞ്ഞതുപോലെ ഞാൻ യാമിയെ കൊളക്കടവില് എനിക്ക് ഓർമ്മയില്ല. ഐ സ്വെയർ എനിക്ക് ഓർമ്മയില്ലടാ. നീ ഇങ്ങനെ ടെസ്റ്റ് ആവാതെ നമുക്ക് നോക്കാം. ഇന്നലെ നിങ്ങളെ രണ്ടുപേരെയും ഞാനിവിടെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാടാ. അതും നല്ല ഇന്റിമേറ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതാ ഞാൻ കണ്ടേ. സംതിങ് ഈസ് റോങ് സംവെയർ. ചിലപ്പോ വെറും തോന്നൽ മാത്രമായിരിക്കാം അത്. അതല്ല എങ്കിൽ സംതിങ് വെരി സ്ട്രേഞ്ച്. നീ ഡോണ്ട് വരി. എന്തായാലും വി വിൽ ഫൈൻഡ് ഔട്ട് ദി റിയൽ മാറ്റർ. ഓക്കെ, നീ സമാധാനിക്കുക. എന്താന്നറിയില്ല ദിയാ, നല്ല ടയർനെസ് ഫീൽ ചെയ്യുക എനിക്ക്. എന്തോ ഒരു വല്ലായ്മ പോലെ. ഫീവറിനാണോ എന്നൊരു ഡൗട്ട്. എടാ, അത് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവും. ഇവിടാണേല് ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ മാരക തണുപ്പാ. യാമി, ഇതെന്താണ് നിന്റെ കഴുത്തിലൊരു മാർക്ക്? കഴുത്തിലെന്താ? കണ്ടിട്ട് ബൈറ്റ് മാർക്ക് പോലെയുണ്ട്. ലൈക്ക് ഹിക്കി, എന്തോ കടിച്ചതുപോലെ.
എന്താന്ന് ഹിക്കിയോ? ഞാൻ അറിയാണ്ടോ? ബെസ്റ്റ് മേ ബി ഞാൻ തന്നെ ചൊറിഞ്ഞത് എന്തെങ്കിലും ആവൂടാ. ഏയ് നോ, ഇത് ചൊറിഞ്ഞ പാടായിട്ട് തോന്നുന്നില്ല. നിനക്ക് പെയിൻ ഉണ്ടോ? ഐ മീൻ ഇച്ചിങ് അങ്ങനെ എന്തെങ്കിലും? ഒരു കുഴപ്പമില്ല. എന്തായാലും ഞാൻ ക്രീം ഇട്ട് തരാം. എന്തായാലും കടിച്ചതാവും, ടെറ്റനസ് ആവണ്ട. നീ ഇവിടെ നിൽക്കേ, ഞാൻ റൂമിൽ പോയി മെഡിസിൻ എടുത്തിട്ട് വരാം. ഹാ, കുഞ്ഞ് ഇവിടെ നിൽക്കുമായിരുന്നോ? ഭക്ഷണം കഴിച്ചിരുന്നോ? കഴിച്ചു. അങ്കിള് കഴിച്ചായിരുന്നോ? ഓ കുഞ്ഞേ, ഇതാ ഇപ്പൊ നന്നായേ. ഇവറ്റകളോട് എത്ര പറഞ്ഞാലും കേക്കില്ല. തൊടിയിലെ നാളികേര ഇടാന് ആൾക്കാർ ഇന്ന് വരും. അതിനു മുന്നേ അവിടെ പടർന്നു കിടക്കണ വള്ളികളും പുല്ലും മറ്റും പറിച്ചു മാറ്റാനായിട്ട് പറഞ്ഞിരുന്നതാ. ഇത്രയും നേരമായിട്ടും ചെയ്തിട്ടില്ല. എന്തായാലും ഞാനൊന്ന് അത്രയിടം വരെ പോവാട്ടോ കുഞ്ഞെ. അത് പറിച്ചു മാറ്റില്ല വെച്ചാല് ശരിയാവില്ല. ശരി എന്നാ. ശംഖുമാമ, എന്താ കുഞ്ഞിപ്പെന്നെ വിളിച്ചേ? ഇതെന്താ ഇപ്പൊ കഥ? ഇത് ശംഖുമാമയെ പിന്നെ എന്താ ഞാൻ വിളിക്കുക? കുഞ്ഞെ, എന്താ ശംഖുമാമ, എന്താ പറ്റിയേ? ഞാനേ അപ്പുറത്തേക്ക് പോവാട്ടോ. ശംഖുമാമ എന്താ ശാലും തൊടിലേക്ക് പോയിട്ട് വരിക. ദുർഗമോളെ, എന്തോ? എന്താ പിന്നെ ഇങ്ങനെ നോക്കണേ? ഞാനിവിടെ തന്നെയുണ്ട് ഇനി എന്നും. ഞാനെന്നാ അങ്ങനെ പോട്ടെ. ശംഖുമാമ പോയിട്ട് വരാ. എന്റെ പരദേവതകളെ, ദുർഗമോള്, എന്റെ ദേവി, അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ പേടിച്ച പോലെ തന്നെ ഉണ്ടായോ? യാമിക കുഞ്ഞ്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇല്ല, ഇതെന്താ സംഭവിച്ചെന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഗുരുക്കളെ പോയി കാണാം ഇപ്പൊ തന്നെ. ഇവളിതെവിടെ പോയി? ഇവിടെ നിൽക്കാനല്ല ഞാൻ പറഞ്ഞിരുന്നേ. യാമി, ചേടാ, ഇവളിതെവിടെയാ പോയെ? ഈ കൊച്ചിത് എന്ത് പണിയാ കാണിച്ചേ? പുറത്തോട്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഇനിയിപ്പൊ എവിടെ ചെന്നാ കണ്ടുപിടിക്കുന്നേ? ഇവിടുത്തെ കെയർ ടേക്കറിനാണെങ്കിലും കാണുന്നുമില്ല. രാം, നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്താലോ? സാർ, ഇങ്ങനെ പാനിക് ആവാതെ. മേ ബി ചിലപ്പോ യാമി പുറത്തേക്ക് ജസ്റ്റ് നടക്കാൻ എന്തെങ്കിലും പോയതാണല്ലോ. ഇന്ന് ഷൂട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇവിടുത്തെ പണിക്കാർ പറഞ്ഞല്ലോ ശങ്കുണിയേട്ടൻ എന്തോ എമർജൻസി ആയിട്ട് പുറത്തേക്ക് പോയതാണെന്ന്. പുള്ളി വരുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം സർ. അത് കഴിഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. റാം എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു യാമി. ഞാൻ ജസ്റ്റ് റൂമിലേക്ക് ഒരു സാധനം എടുക്കാനായി പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും അവളവിടെ കണ്ടില്ല. ഞാനവിടെ മൊത്തം അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല അവളെ. എവിടാ യാമി നീ? അങ്ങനെ നിങ്ങളുടെ കൂടെ വന്ന ആ കുഞ്ഞ് അവിടെ വടക്കും ഭാഗത്ത് ബോധമില്ലാണ്ട് കിടക്കുക. വാട്ട്? യാമി, എടാ കണ്ണോർക്ക്. യാമി, അയ്യോ, ഇതെന്താ യാമിയെ കുഞ്ഞിന് പറ്റിയേ? മോളെ 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 യാമി, ഡാ നീ ഓക്കെ അല്ലേ? ഡാ നീ വെള്ളം കുടിക്കേ. യാമി, ഓക്കെ? ഡാ, എന്താ പറ്റിയ നിനക്ക്? യാമി, പോവില്ല, ഇനി പോവില്ല അങ്ങോട്ടും. എന്നെ വിട്ടു കൊടുക്കല്ലേ ദേവ. ഈ ദുർഗ വിട്ടു പോവല്ലേ, എന്നെ വിട്ടു കൊടുക്കല്ലേ ദേവ. എന്നെ വിട്ടു കൊടുക്കല്ലേ ദേവ. യാമി, യാമി, യാമി എനിക്ക്, യാമി, യാമി. Oh shit. യാമി, oh God, എന്താ ഇത്? എന്തൊക്കെയാ യാമി പറയുന്നേ?
What happened to her? റാം, ഇനി ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കുഞ്ഞാരുത്, ഞാൻ പറയണതൊന്ന് കേൾക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഇനി മനവിട്ട് പുറത്തേക്ക് പോവരുത്. യാമിക കുഞ്ഞിനെ കണ്ട സമയം തൊട്ട് എന്താണോ ഈ ഞാൻ ഭയന്നിരുന്നത് അത് തന്നെ സംഭവിച്ചു. വാട്ട്? ശങ്കുടേട്ട എന്തൊക്കെയായി പറയുന്നേ? എത്രയും പെട്ടെന്ന് യാമികയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പ്ലീസ് ഹെൽപ്പ്. സ്വയം ബോധം പോലും ഇല്ലാണ്ട് പിച്ചും പേയും പറയുവാണ്. ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. എന്റെ പൊന്നു കുഞ്ഞാരുത്, ഈ മോക്കിപ്പോ വേണ്ടത് വൈദ്യസഹായം അല്ല, ഞാൻ പറയെല്ലാം. അതിനു മുന്നേ ഈ മന്ത്രിച്ച രക്ഷാചരട് എല്ലാരും ഇപ്പൊ തന്നെ കയ്യിൽ കെട്ടുക, വേഗം. ശങ്കുടേട്ട, എന്താ ഇതൊക്കെ? യാമി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞങ്ങൾക്ക്. എന്തിനാ അത് തടയുന്നേ? കുഞ്ഞെ, ദൈവത്തെ ഓർത്ത് ഈ മന്ത്രിച്ചരട് കയ്യിൽ കെട്ടുക, പ്രത്യേകിച്ചും ജിതൻ കുഞ്ഞ്. ഈ മനവിട്ട് പുറത്തേക്ക് പോയാല് യാമിക കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താണ്. എന്താ? അത് നിങ്ങളുടെ യാമികയല്ല, ഇപ്പോ ദുർഗമോളാണ്. ഈ ഇല്ലത്തിന്റെ ഒരേ ഒരു അനന്തരാവകാശിയായിരുന്നു ദുർഗാ വാസുകി. ചന്തം കാണക്കുള്ള ചെന്തളീർ പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരുന്നി ചോപ്പും പഴയ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ അറിയേണ്ട വേറെ വഴിയില്ല. പറയാം ഞാൻ. 10-30 വർഷങ്ങൾക്ക് മുമ്പ് സകല പ്രൗഢിയോടും സർവൈശ്വര്യങ്ങളോടും തല ഉയർത്തി നിന്നിരുന്ന ഇല്ലായിരുന്നു ഈ മനവൂർ മനം. ഈ നാടിന്റെ തന്നെ ഐശ്വര്യം. ഇല്ലത്തെ വലിയ തമ്പുരാന് 2 ആൺകുട്ടികളായിരുന്നു. അതിൽ മൂത്തത് ശേഖരവർമ്മ തമ്പുരാനും ഇളയത് ജഗന്നാഥവർമ്മ തമ്പുരാനും. ഈ ഇല്ലത്തിന്റെ ആചാരപ്രകാരം കുടുംബത്തിന്റെ തലമൂത്ത സന്തതിക്ക് വിവാഹം പാടില്ല. ആജീവനാന്തം ബ്രഹ്മചാരിയായി തുടർന്ന് കുടുംബത്തിന്റെ പരദേവതയെ ഉപാസിച്ച് കഴിയണം. അങ്ങനെ ഈ ഇല്ലത്തിന്റെ ഉപാസനാമൂർത്തിയായ പരദേവതയായ യക്ഷിയമ്മയെ സേവിച്ച് പൂജാവിധികളൊക്കെ മുറതെറ്റാതെ നോക്കി വന്നത് ശേഖരവർമ്മ തമ്പുരാനായിരുന്നു. അങ്ങനെയിരിക്കെ വലിയ തമ്പുരാൻ ജഗന്നാഥ തമ്പുരാന് സ്വന്തം മുറപ്പെണ്ണായ ലക്ഷ്മി തമ്പുരാട്ടിയെ വേലി കഴിപ്പിച്ചു കൊടുത്തു. വർഷങ്ങള് ഇഷി അങ്ങനെ കടന്നുപോയി. അവർക്ക് 2 ആൾക്കും അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞും ജനിച്ചു. ഈ മനയുടെ തന്നെ ഏക അനന്തരാവകാശി ദുർഗാ വാസുകി. ദുർഗക്കുഞ്ഞിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഈ ഇല്ലത്തിന്റെ തന്നെ ലക്ഷ്മി ദേവിയായിരുന്നു. ഇവിടുത്തെ സർവ്വ ഐശ്വര്യം, ആരെയും മയക്കുന്ന സർപ്പ സൗന്ദര്യമായിരുന്നു ദുർഗമോൾക്ക്. അതീവ സുന്ദരി. മേലാളരും കീഴാളരും എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന, മനസ്സറിഞ്ഞ് സഹായിച്ചിരുന്ന നന്മ നിറഞ്ഞ ഒരു മനസ്സിനുടമയായിരുന്നു. ശംഖുമാമ എന്ന് വിളിച്ച് എൻ്റെ പുറകിന്ന് മാറില്ലായിരുന്നു. അങ്ങനെ ദുർഗമോൾക്ക് 19 വയസ്സ് നടക്കുന്ന സമയത്താണ് ഇവിടുത്തെ പരദേവതയായ യക്ഷിയമ്മയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ച് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് കുടിയിരുത്തണമെന്ന് ഇവിടുത്തെ ഗുരുക്കൾ പ്രവചിച്ച്. അതിനായി യക്ഷിയമ്മയുടെ വിഗ്രഹം വീണ്ടും പണി കഴിപ്പിക്കാൻ യക്ഷിയമ്മയുടെ ആദ്യത്തെ ശില്പം പണി കഴിപ്പിച്ച മൂത്താശാരി തന്നെ എത്തി, കൂടെ അദ്ദേഹത്തിന്റെ മകനും. വിഗ്രഹത്തിന്റെ പണി കഴിയണവരെ 2 ആളും ഇല്ലത്തന്നെ കഴിയണം, അതാണ് ആചാരം. അങ്ങനെ ഇരിക്കുകയാണ് ദുർഗമോള് മൂത്താശാരിയുടെ മകനെ കാണണേ, ദേവനെ, ദുർഗമോളുടെ ദേവനെ. പ്രായത്തിന്റെ ചാബല്യം കൊണ്ടോ ഈശ്വര നിശ്ചയം കൊണ്ടോ 2 പേരും അടുത്തു, ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം. நறுமுகையே நறுமுகையே
நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணிற புறவியில் வந்தவனே நீ விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா மங்கை மான்விழி அம்புகள் என் மாதுளைத்ததென்ன மங்கை மான்விழி அம்புகள் என் மார்துளைத்ததென்ன தாண்டி நாடனை கண்ட என்னுடன் பசமை கொண்டதென்ன நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் இளைத்தேன் துடித்தேன் பொறுக்கவில்லை இடையில் மேகலை இருக்கவில்லை நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா അങ്ങനെ ഇരിക്കെ അവരുടെ ബന്ധത്തിന്റെ കാര്യം കോലൂത്ത് അറിഞ്ഞു. എന്ത് തന്നെ സംഭവിച്ചാലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ദുർഗമോൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. പക്ഷെ വലിയ തമ്പുരാനും ശേഖരവർമ്മ തമ്പുരാനും ഇത് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു. ഈ ഇല്ലത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കാൻ ദേവനെ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കുന്നു തന്നെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് ദുർഗമോളെ മുറിയിലിട്ട് പൂട്ടി. സ്വന്തം മകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ജഗന്നാഥ തമ്പുരാനും ലക്ഷ്മി തമ്പുരാട്ടിക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ ഇല്ലത്തിന്റെ സർവാധികാരം വലിയ തമ്പുരാനായിരുന്നു. ദുർഗക്കുഞ്ഞിന്റെ ഈ ദുരവസ്ഥ കണ്ട് നിസ്സഹായരായി വലിയ തമ്പുരാന്റെ കാല് പിടിക്കാനേ അവർക്ക് രണ്ടാൾക്കും കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ വടക്കൻ ഭാഗത്ത് യക്ഷിത്തറയില് വിഗ്രഹപ്പണിയിലിരുന്ന ദേവനെ അവന്റെ അച്ഛന്റെ മുന്നിലിട്ട് വലിയ തമ്പുരാൻ തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. ദേവനും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആ കുഞ്ഞിനെ അവിടെ ഇട്ട് തല്ലിച്ചതച്ചു. ദുർഗമ്മയുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ ഞാനാണ് മുറി തുറന്നു വിട്ടത്. നിലവിളിച്ച് യക്ഷിത്തറയിലേക്ക് ഓടി കുഞ്ഞ്. പുറകെ തമ്പുരാനും തമ്പുരാട്ടിയും കൂടെ ഈ ഞാനും. ദേവനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ ദുർഗമോള് വലിയ തമ്പുരാന്റെ കാല് പിടിച്ചു. ഞങ്ങളെ അങ്ങോട്ടേക്ക് കയറാന് ഇല്ലത്തെ ശില്പന്തികളെ സമ്മതിച്ചിരുന്നില്ല. ദുർഗക്കുഞ്ഞ് എത്രയൊക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ടും വലിയ തമ്പുരാന്റെ മനസ്സലിഞ്ഞില്ല. നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് ദേവനെ തലയ്ക്കടിച്ച് കൊന്നു ശേഖരവർമ്മ തമ്പുരാൻ. അത് കണ്ട് സഹിക്കാനാവാതെ യക്ഷിയമ്മയുടെ പുതിയ വിഗ്രഹത്തില് തലതല്ലി സ്വയം ജീവനെടുക്കാൻ തുടങ്ങിയ ദുർഗമോളെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തടഞ്ഞു. മകളെ പൊതിഞ്ഞു പിടിച്ച് അവരെ ഒരു ദയ്യം ഇല്ലാണ്ട് തന്നെ വലിയ തമ്പുരാൻ ചവിട്ടി മാറ്റി. സ്വന്തം മകളുടെ ജീവന് വേണ്ടി അടിയാളരുടെ കാല് സഹിതം പിടിച്ചു ആ അച്ഛനും അമ്മയും. കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞ മകളെ സംരക്ഷിക്കാൻ
ശ്രമിച്ചവരാണെന്നും ഈ കുലത്തിന് തന്നെ അപമാനമാണ് അവരെന്നും പറഞ്ഞ് വലിയ തമ്പുരാൻ ഒരു ദാക്ഷിണ്യവും കൂടാണ്ട് തന്നെ വെട്ടിയെടുത്തു അവരുടെ രണ്ടാളുടെയും തല. ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു നിസ്സഹായനായി നോക്കി നിൽക്കാനേ ഈ ഗതികെട്ടവനെ കഴിഞ്ഞിരുന്നുള്ളൂ. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ പ്രാണനെക്കാളേറെ സ്നേഹിച്ച് ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട ദേവന്റെയും മരണം നേരിൽ കണ്ട ദുർഗമോള് ദേവൻ പണി കഴിച്ച യക്ഷിയമ്മയുടെ ശില്പത്തിൽ തലതല്ലി ജീവനൊടുക്കി. ജീവൻ പോണതിന് മുന്നേ ഈ ഇല്ല മുച്ചൂട് നശിപ്പിക്കുമെന്നും വേണ്ടപ്പെട്ടവരുടെ ജീവൻ സ്വന്തം കൺമുന്നിൽ വെച്ച് ഇല്ലാണ്ടാക്കിയ നരാധവന്മാരെ വെറുതെ വിടില്ല എന്നും സർവനാശം വരുത്തുമെന്നും ഉള്ള ഉഗ്രശാപം നടത്തി. ആ 4 ശരീരങ്ങളും യക്ഷത്തരയിൽ തന്നെ കുഴിച്ചു മൂടി. അതിനുശേഷം ഇല്ലത്ത് അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. കൂടാതെ ദുർമരണങ്ങളും ബാല്യക്കാരടക്കം. അങ്ങനെ വലിയ തമ്പുരാൻ ഗുരുക്കളെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. അപ്പോഴാണ് ഈ ഇല്ലത്തിന് ഉഗ്രശാപായി ദുർഗമോളുടെ ആത്മാവ് മാറിക്കഴിഞ്ഞു എന്ന് എല്ലാവരും അറിയണേ. ശരിക്കും പ്രതികാരദാഹിയായി ഒരു ദുരാത്മാവായി മാറിക്കഴിഞ്ഞിരുന്നു ദുർഗക്കുഞ്ഞ്. ഗുരുക്കളെ പ്രശ്നവിധി ചെയ്യണതിന് മുന്നേ തന്നെ വലിയ തമ്പുരാനെ അതികൊടൂരമായി നശിപ്പിച്ചു കളഞ്ഞു ദുർഗമോള്. അകാല മൃത്യു തന്നെയായി വലിയ തമ്പുരാന്റെ വിധി. അത് കഴിഞ്ഞ് അധികം വൈകാണ്ട് തന്നെ ശേഖരവർമ്മ തമ്പുരാനെയെ ഇല്ലാണ്ടാക്കാൻ ദുർഗക്കുഞ്ഞിന്റെ ആത്മാവ് ശ്രമിച്ചു. പക്ഷെ അതികഠിനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പാടുപെട്ടാണ് ഗുരുക്കള് ദുർഗമോളുടെ ആത്മാവിന്റെ കയ്യിൽ നിന്നും തമ്പുരാനെ രക്ഷിച്ച്. പക്ഷെ കാര്യം ഉണ്ടായില്ല. അപ്പോഴേക്കും തമ്പുരാൻ മൃതപ്രാണനായി കഴിഞ്ഞിരുന്നു. ആ ശരീരത്തില് സംസാരശേഷി മാത്രമായി ബാക്കി. ശരീരം മൊത്തം തളർന്നുപോയി. ജീവൻ മാത്രം ബാക്കിയായി. പിന്നെ ജലപാനം പോലും ഇല്ലാണ്ട് കഠിന വ്രതം അനുഷ്ഠിച്ച് ഗുരുക്കള് ദുർഗമോളുടെ ആത്മാവിനെ പിടിച്ചു കെട്ടി വടക്കും ഭാഗത്തെ കന്നിമൂലയോട് ചേർന്നുള്ള ആ ഒറ്റപ്പെട്ട മുറിയിൽ ബന്ധിച്ചു. വർഷങ്ങൾക്കിപ്പുറം ആ മുറി തുറന്നാണ് യാമിക കുഞ്ഞ് ദുർഗമോളെ മുക്തയാക്കിയത്. മാന്ത്രിക ബന്ധനത്തിൽ നിന്നും മോചിതയായ ദുർഗക്കുഞ്ഞ് യാമികമോളുടെ ശരീരത്തിൽ പ്രവേശിച്ചു. കാഴ്ചയിൽ ദുർഗമോളെ പോലെ തന്നെയാണ് യാമിക കുഞ്ഞ്. അതാണ് ആദ്യ ദിവസം തന്നെ ഞാൻ യാമികമോളെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് തിരക്കിയേ. കാഴ്ചയിൽ രണ്ടാളും ഒരേപോലെ. കണ്ട മാത്രയിൽ തന്നെ എൻ്റെ ജീവൻ അങ്ങ് പോണ പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ ദേവി, ഓർക്കാൻ പോലും പറ്റണില്ല എനിക്ക്. നിങ്ങളോട് എല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇവിടുത്തെ രീതികളെ കുറിച്ച് എനിക്ക് വാക്കും തന്നതാണ്. ഒന്നും തന്നെ നിങ്ങളെ മറികടക്കില്ല എന്ന്. എന്നിട്ടും എങ്ങനാ ഇത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ യാമിമോളുടെ ശരീരത്തിൽ ഞാൻ ദുർഗമോളെ കണ്ടു. എന്നോട് സംസാരിച്ചു എൻ്റെ കുഞ്ഞ്. പിന്നെ ഒന്നും ഓർത്തില്ല. ഞാൻ എൻ്റെ പ്രാണനും കയ്യിലെടുത്ത് ഗുരുക്കളുടെ അടുത്തേക്ക് ഓടി. അവിടുന്നാ വരണേ. ഈ ജപിച്ച് മന്ത്രച്ചരടും ഗുരുക്കൾ തന്നെ തന്നുവിട്ടെ. ഇന്നത്തെ ദിവസം എന്തും സംഭവിക്കാം. കാരണം ഇന്നാണ് ദുർഗക്കുഞ്ഞ് ഇല്ലാണ്ടായ ദിവസം. എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണനായ ദേവനെയും സ്വന്തം അച്ഛനെയും അമ്മയെയും അവൾക്ക് നഷ്ടമായ ദിവസം. സ്വന്തം കൺമുന്നിൽ വെച്ച് അവരെ ഇല്ലാണ്ടാക്കിയ ദിവസം. ദുർഗമോളുടെ ആത്മാവ് അടങ്ങിയിരിക്കില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യാമിക കുഞ്ഞിന്റെയും ജിതം കുഞ്ഞിന്റെയും ജാതകം എന്താണെന്ന് അറിയാണ്ട് പറ്റില്ല എന്നാ ഗുരുക്കളെ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ജാതകം എത്രയും പെട്ടെന്ന് ഗുരുക്കളുടെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടേ. വാട്ട്? അല്ല, എന്റെ ജാതകം എന്തിനാ? യാമിയുടെ അല്ലേ വേണ്ടേ? അല്ല കുഞ്ഞെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം വേണമെന്നാ ഗുരുക്കള് പറഞ്ഞേ. എനിക്കറിയില്ല ഒന്നും. Oh God, what is happening here? എനിക്കൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. God, എന്താ ചെയ്യണ്ടേ ഇനി? കുഞ്ഞെ, എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ജാതകം ഗുരുക്കളുടെ പക്കൽ എത്തിക്കണം. എങ്കിലേ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയൂ. റാം, യാമിയുടെ ഡാഡി എന്തായാലും വിവരം അറിയിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വരാൻ പറയും ഇങ്ങോട്ടേക്ക്. ഓക്കെ സർ. ഹിഷാൻ, what happened? എന്താ പറ്റി എന്റെ മോക്ക്? Where is she? അത് അങ്കിൾ, യാമി. യാമി? ഇഷാൻ, where is my daughter? തന്നെ വിശ്വസിച്ചല്ല എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് വിട്ടെ. എന്നിട്ടിപ്പോ ഇതാണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? Where is she? എന്റെ മോളെ എവിടെ? മോളെ, മോളെ, യാമി, യാമി, ഇതെന്തിനാ എന്റെ മോളെ കെട്ടിയിട്ടിരിക്കുന്നേ? ഇഷാൻ, എന്റെ കുഞ്ഞ് വിളിച്ചിട്ടൊന്നും കേൾക്കുന്ന പോലും ഇല്ല. ഷീസ് അൺകോൺഷ്യസ്.
ഇത്രയും വയ്യാണ്ടായിട്ടും ഇവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നിയോ നിങ്ങൾക്ക്? അങ്കിൾ അങ്കിൾ അത് Shut up, you. Just shut up. I know what to do. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോവാണ് ഞാൻ. She need medical support. അങ്കിൾ പ്ലീസ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഞങ്ങൾ പറയുന്നത് ഒന്ന് കേക്ക് പ്ലീസ്. ഇവിടെ നമ്മളെ കൊണ്ടുപോകരുത്. യാമിയുടെ ജീവന് തന്നെ ആപത്താണ്. ഇനി എന്റെ കുഞ്ഞിനെ ഈ ബോധം കെട്ട അവസ്ഥയിൽ വിടണോ അല്ലേ? ഞാനേ അവളുടെ അച്ഛനാ. അമ്മയില്ലാത്ത എന്റെ കുഞ്ഞിനെ പൊന്നു പോലെയാ ഞാൻ വളർത്തിയെ. എന്റെ മോളെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ ഇഷാൻ. കൊണ്ടുപോകല്ലേ? എവിടേക്ക്? എങ്ങും പോവില്ല, എങ്ങും പോവില്ല. മോളെ യാമി മോളെ മോളെ ഡാഡിയാ. എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയേ? മോളെ ജിത വേണ്ട, ജിത ജിത അവളുടെ അടുത്തേക്ക് പോരുത് പ്ലീസ്. എടാ പോരുത് ജിത. യാമി യാമി പ്ലീസ് പ്ലീസ് ഡോണ്ട് ഡു ദിസ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. പ്ലീസ് പ്ലീസ് യാമി പ്ലീസ്. ആ ദേവന, നിന്റെ ദേവന. ജിത ഡാ ഇഷ എന്റെ മോള്. Uncle, she got possessed. She really need exorcism. അതല്ലാതെ no other option. അതിന് യാമിയുടെ ജാതകം വേണം. ഗുരുക്കളെ ദേ ഇതാണ് ജിതൻ കുഞ്ഞ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ യാമിക കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിട്ടേക്കാണ്. ഇങ്ങോട്ട് വരിക. ശങ്കുണി ഒന്ന് സൂക്ഷിച്ചു നോക്കുക ഈ മുഖത്ത്. മുമ്പ് കണ്ട പരിചയം എന്തെങ്കിലും തോന്നണ്ടോ അതെനിക്ക്? അങ്ങനെ അത് സംശയിക്കേണ്ട, അതന്നെ ഞാൻ നിരീക്ഷ പോലെ തന്നെ. ജാതകം തെറ്റിയില്ല. ജനിച്ച വർഷം, തീയതി, സമയം തെറ്റിയിട്ടില്ല. ഇത്രയും വർഷങ്ങള് ദുർഗ കാത്തിരുന്നത് വെറുതെ ഇല്ല. യാമികയ്ക്കും പിന്നെ ജിതിനും വേണ്ടി തന്നായിരുന്നു. ഇവർക്കായുള്ള കാത്തിരിപ്പിന് വേണ്ടിയായിരുന്നു ഇക്കണ്ട നാളത്രയും അവൾ ആ ബന്ധനത്തിൽ കഴിഞ്ഞേ. ആര് വന്ന് തന്നെ സ്വതന്ത്രയാക്കണമെന്ന് ദുർഗ ആഗ്രഹിച്ചു, ആ വ്യക്തി തന്നെ അവളെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നെ യാമികയിലൂടെ അവളുടെ ദേവനിലേക്ക്, ജിതനിലേക്ക്. തിരുമേനി, ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്റെ മോള് തെളിച്ചെന്നെ പറയാം. യാമികയുടെയും ജിതന്റെയും ജാതകം വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇവരുടെ ദശാസന്ധി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ജിതൻ ജനിച്ച സമയവും ദിവസവും വർഷവും വെച്ച് ഞാൻ തന്നെ ആ ജാതകം എഴുതി വിശദമായി 2 ജാതകം പരിശോധിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ യാമിക ദുർഗാവാസുകിയുടെയും ജിതൻ ദേവന്റെയും പുനർജന്മാണ്. ഇതിൽ ദുർഗ മാത്രം പ്രതികാരദാഹിയായ ആത്മാവായി മാറാൻ കാരണം സ്വന്തം മാതാപിതാക്കളുടെയും പ്രാണനായി സ്നേഹിച്ച പുരുഷന്റെയും ദുർമരണം നേരിൽ കണ്ട് പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹത്തിന്റെ പേരിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. അതിന് കാരണം സ്വന്തം കുടുംബക്കാരെന്നെ. അവരോടുള്ള അടങ്ങാത്ത പക, പ്രതികാരം. അതിനാലാണ് ദുർഗ ഒരു ദുരാത്മാവായി മാറിയേ. എന്നാല് ദേവൻ അങ്ങനല്ല. സ്വന്തം പ്രിയതമ തലതല്ലി പ്രാണൻ വെടിഞ്ഞത് ദേവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതികാരദാഹിയായി അവന്റെ ആത്മാവ് മാറിയില്ല. തിരുമേനി, അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? എങ്ങനെ യാമികയെ രക്ഷിക്കേണ്ടേ? കഷ്ടാണ്. യാമികയുടെ ശരീരത്തിലൂടെ ജിതനെ, അതായത്
ദേവന്റെ പുനർജന്മായ ജിതനെ സ്വന്താക്കാനാണ് ഇനി ദുർഗ ശ്രമിക്കുക. അത് അനുവദിച്ചുകൂടാ. പക്ഷേ അതത്ര എളുപ്പമില്ല. വീണ്ടും അവളിൽ നിന്ന് അവളുടെ ദേവനെ അകറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് യാമികയുടെ ജീവന് തന്നെ ആപത്താണ്. അതല്ലെങ്കിൽ ജിതന്റെ ജീവന്. ശങ്കുനി, ഇന്ന് രാത്രി തന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളും. പിന്നെ തമ്പുരാന്റെ മുറി പുറത്തുനിന്ന് ബന്ധസായിട്ട് എന്നെ പൂട്ടുക. ജിത, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? താഴെ അന്വേഷിക്കാൻ തന്നെ വന്നേ നീ. ഡാ ജിത, ഡാ നീ ഇങ്ങനെ ഡെസ്പ് ആവാതെ, എല്ലാം ഓക്കെ ആവും. റാം, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യാമിയുടെ അവസ്ഥ കണ്ടില്ലേ നീ? എങ്ങനെയാടാ അവളെ സേവ് ചെയ്യേണ്ടത്? ഈ എക്സോസിസത്തിലൂടെ എനിക്ക് എന്ത് വേണേലും സംഭവിച്ചോട്ടെ. ബട്ട് യാമി, അവൾക്കൊന്നും തന്നെ സംഭവിക്കരുത്. ഒന്നുമേ സംഭവിക്കരുത് റാം. ഹേയ് ജിത, എന്താടാ നീ ഇങ്ങനെ? ഒന്നും പറ്റില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഒന്നും തന്നെ പറ്റില്ല. അതിനുവേണ്ടിയല്ലേ താഴെ ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നേ. പ്ലീസ് ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ് ജിത. ഫെയ്ത്ത് അത് തടയാൻ നമുക്ക് കഴിയില്ല. നിന്റെയോ യാമിയുടെയോ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. സോ ജസ്റ്റ് റിലാക്സ്. അതല്ലടാ യാമി, ഈ ഞാൻ കൂടെ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നേ. കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. എടാ, നീ അതിന് എന്ത് ചെയ്തെന്നാ? യാമിയെ പോലെ തന്നെ നീയും അഫക്റ്റഡ് ആണ്. ബട്ട് ഇതിന്റെ ഇമ്പാക്ട് കൂടുതൽ അവൾക്കാണെന്ന് മാത്രം. അതിന് നീ ഇങ്ങനെ സ്വയം പഴിക്കുന്നത് എന്തിനാ ജിത? എടാ, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാല് സത്യം പറയുമോ നീ എന്നോട്? Do you love her? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, യാമി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരുപാട് വർഷത്തെ ആത്മബന്ധം ഉള്ള പോലെയാ തോന്നിയേ. ആ മുഖം മനസ്സിൽ മുന്നേ പതിഞ്ഞ പോലൊരു ഫീലായിരുന്നു. ബട്ട് അതൊരു പൂർവ്വജന്മ ബന്ധമായിരുന്നു എന്ന് ഞാൻ. അവൾക്കൊരബദ്ധം വരരുത്. ഒരു കുഴപ്പം കൂടാതെ തന്നെ അവളെ എനിക്ക് വേണം റാം. എൻ്റെ യാമി എനിക്ക് വേണം. ഒന്നുമില്ല. നീ വിഷമിക്കാതെ. എല്ലാ പ്രശ്നങ്ങളും തീരും. നമ്മുടെ യാമിയെ നമുക്ക് തിരിച്ചു കിട്ടും. നിനക്കും യാമിക്കും ഒരു കുഴപ്പവും വരില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പൊ മനസ്സിന് ധൈര്യം കൊടുക്കും. നീ പിടിച്ചു നിന്നേ പറ്റൂ. നീ വാ, താഴേക്ക് പോവാൻ. നമുക്ക് കർമ്മം തുടങ്ങാറായി അവിടെ. വാ. പോവില്ല ഞാൻ. ഇതെന്റെ ശരീര, അത് വിട്ട് പോവില്ല ഞാൻ. എന്റെ ദേവന്റെ കൂടെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ജീവിക്കണം എനിക്ക്. പോവില്ല ഞാൻ. ദുർഗ, ഇത് നിന്റെ ശരീരമല്ല. വർഷങ്ങൾക്കിപ്പുറം യാമിക എന്ന പെൺകുട്ടി നിന്റെ പുനർജന്മായി ജനിച്ചത് ആ കുഞ്ഞിന്റെ തെറ്റല്ല. തെറ്റിപ്പോയി, നിനക്ക് തെറ്റിപ്പോയി കുരുക്കളെ. യാമിക തന്നെയാണ് ദുർഗ, ദുർഗ തന്നെയാണ് യാമിക. എനിക്ക് എന്റെ ദേവന് വേണം. ഒരിക്കലും ഇത് എന്നിൽ നിന്ന് അകറ്റിയതാ, പറിച്ചെടുത്തതാ. നീ അതുണ്ടാവാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അത് നിന്റെ ദേവനല്ല ദുർഗ. യാമികയുടെ ശരീരവും നിന്റെ അല്ല. നീയായിട്ട് ഈ ശരീരം വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നിന്നെ ബന്ധിച്ച് ഈ ഞാൻ തന്നെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കും. തന്നെ ഞാന് ഒഴിഞ്ഞു പോവാ. അവൻ എന്റെയാ, അവൻ എന്റെയാ. അവൻ എന്റെയാ, എന്റെയാ, എന്റെയാ. യാമി
നിന്നെ ദ്രോഹിച്ചവരെ നീ പഴിവാങ്ങി കഴിഞ്ഞു ദുർഗ. രണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ ബലി നൽകാൻ കഴിയില്ല. നിങ്ങളുടെ പുനർജന്മമായി ജനിച്ചുപോയി എന്നൊരു നിമിത്തം മാത്രമേ ആ കുഞ്ഞുങ്ങളുടെ നിയോഗത്തിലുള്ളൂ. അതിന്റെ പേരില് അവരെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല ദുർഗ. ദുർഗയുടെ ആത്മാവ് യാമികയുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു. എന്റെ ദേവി, നീ കാത്തു. എന്താ എന്താ എനിക്ക് പറ്റിയേ? എന്താ ഇത്? ജിന, 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 what happened to me? എന്താ ഇതൊക്കെ? എന്താ പറ്റിയ എനിക്ക്? I don't understand. യാമി, ഒന്നുമില്ലടാ, ഒന്നുമില്ല. യു റിലാക്സ്, ജസ്റ്റ് റിലാക്സ്. Please don't leave me, Jita. പേടിയാവുക എനിക്ക്, പേടിയാവുക. വിട്ടുകൊടുക്കില്ല, ഞാൻ ഇനി ഒന്നിനും വിട്ടുകൊടുക്കില്ല ഈ ദേവൻ.